തക്കവണ്ണം ദൈവം ഇടയാക്കി തന്ന വലിയ ആ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയതിനായ ദൈവത്തെ സ്തോത്രം ചെയ്യുകയും, ദൈവസന്നിധിയിൽ നമ്മൾ 3 മണ്ഡലങ്ങളിൽ കൂടെ നമ്മുടെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അറിയണം. ഒന്ന്, ദൈവസന്നിധിയിൽ നമ്മുടെ മേലുള്ള വിളിയെ അറിയണം. 2, പകരപ്പെട്ട അഭിഷേകത്തെ അറിയണം. 3, വിശ്വാസത്തിൽ ഉറയ്ക്കുന്നവരായി മാറണം. ഈ 3 മണ്ഡലങ്ങൾ ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും അടിസ്ഥാനപരമാണ്. ക്രിസ്തീയ ജീവിതത്തിന് അടിസ്ഥാനപരമായി നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ അറിയേണ്ട ഒരു മണ്ഡലമുണ്ട്. ദൈവത്താൽ നമ്മളെ തള്ളപ്പെട്ടു പോകല്ല. ദൈവത്താൽ എന്ത് ചെയ്യരുത്? നമ്മളെ തള്ളപ്പെട്ടു പോകരുത്. ദൈവം നമ്മുടെ മേൽ ദൈവം നമ്മളെ കരമെടുത്ത് മാറ്റുവാൻ ഇടയാകല്ല. നമ്മുടെ മേൽ എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു. വിളിയുണ്ട്, ദൈവത്തിൻ്റെ അഭിഷേകം നിറഞ്ഞിട്ടുണ്ട്, വിശ്വാസം ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കരം നമ്മളിൽ നിന്ന് മാറ്റപ്പെടുവാനിടയാകല്ല. ദൈവത്തിൻ്റെ കരം മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ കണ്ണുനീര് വരേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ നിൽപ്പുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ചലനം നിങ്ങളുടെ കൂടെ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണുനീരൊഴുകേണ്ടി വരത്തില്ല. അല്ല, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. യേശു കർത്താവിൻ്റെ കൂടെ നടന്ന പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ, ഇവരെല്ലാം യേശുവിനെ പിടിച്ചപ്പോൾ, യേശുവിനെ വിട്ട് അവർ ഓടിപ്പോയപ്പോൾ യേശു കണ്ണുനീർ വാർത്തില്ല. എപ്പോഴാണ് യേശു കർത്താവ് കണ്ണുനീർ വാർക്കുന്നത്? കാൽവറി ക്രൂശിൽ യേശു കർത്താവ് കിടക്കുമ്പോൾ അവിടുന്ന് കർത്താവ് ഒരു നിലവിളിച്ചിട്ട്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് ഉറക്ക നിലവിളിച്ചു. ഇന്ന് പകലറിയണം, ദൈവം കൈവിടല്ലേ. ഹല്ലേലൂയ. ദൈവം നമ്മളെ കൈവിട്ട് കളയല്ലേ. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പലരും ചിലപ്പം പലരും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ മാറിപ്പോകാം. പലരും നിങ്ങളെ നിന്ദിച്ചെന്ന് വരാം, പലരും നിങ്ങളെ പരിഹസിച്ചെന്ന് വരാം. നിങ്ങളുടെ കൂടെ ചിലപ്പോൾ നിത്യതയോളം കൂടെ ഉണ്ടെന്ന് പറഞ്ഞവർ കാണും. അയ്യോ ഞങ്ങളുടെ അനുഗ്രഹമായിരുന്നു പറഞ്ഞവർ കാണും. നിങ്ങളുടെ കൂടെ നടന്നവർ കാണും. നിങ്ങളുടെ കൂടെ എല്ലാത്തിനും സഹകരിച്ചവർ കാണും. ഇന്ന് അവരൊന്നുമില്ലെങ്കിലും സാരമില്ല, സ്വർഗം നിങ്ങളുടെ കൂടെ ഇരുന്നാൽ മതി. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് എപ്പോഴും നടക്കണം. എല്ലാവരും പറയും, മനുഷ്യൻ പറയും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. യോഹന്നാനും പത്രോസും ഒക്കെ നടക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, അവനോടുകൂടെ മരിക്കുവാനും ഞാൻ തയ്യാറാ. പത്രോസും പറയുക, അവനോടുകൂടെ മരിക്കുവാൻ പോലും നമ്മൾ തയ്യാറാ. മരണത്തിൻ്റെ കൂടെ പോലും ഉണ്ടെന്ന് പറഞ്ഞ പത്രോസ് പോലും യേശുവിനെ വിട്ട് അപ്പോൾ യേശു കർത്താവ് പറഞ്ഞിട്ട്, നീ ഇന്ന് കോഴി ഊന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയുമെന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നോട് മരിക്കാനും തയ്യാറാ എന്ന് പറയുന്ന പത്രോസിനെ നമുക്ക് കാണാം. എന്നാൽ ഇവരെല്ലാവരും കൈവിട്ടുപോയി. ഇന്ന് പകലിൽ പറഞ്ഞോണം, മനുഷ്യൻ എന്ത് ചെയ്യും? മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ ഒരിക്കലും നിങ്ങൾക്ക് മുന്നേറാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ മുഖത്ത് ആരുടെ മുഖം നോക്കണം? ദൈവമുഖം നോക്കണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ കൂടെ നടന്ന് പറഞ്ഞവരൊന്നും ഇന്നില്ല. പിടികിട്ടിയോ? എൻ്റെ കൂടെ നടന്നിട്ട് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞവരാരുമില്ല. അവരെല്ലാം തള്ളിപ്പറഞ്ഞു പോയി. പക്ഷെ പോകാത്ത ഒരാളുണ്ട്, എൻ്റെ കർത്താവ്. അതിന് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ഞാനത് പറഞ്ഞുകൊണ്ടിരുന്ന വിളിയെന്നറിയാനാ. ദൈവനിശ്ചയത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ആലോചന കേൾക്കുമ്പോൾ, എൻ്റെ കൂടെ 5 പേരുണ്ടായിരുന്നു ആലോചന കേൾക്കാൻ പോകുന്നത്. ഈ 5 പേർക്കകത്ത് 4 പേരും പ്ലാൻഡായിരുന്നു. ഒരു പ്ലാനിങ്ങിലൂടെ പോയതാ. ഒരു ദൈവപ്രവാചകൻ്റെ മുന്നിൽ ചെന്നിരിക്കുന്ന സമയത്ത് പ്രവാചകൻ പറയുന്നു, ഒരു ദൈവസഭയെക്കുറിച്ച് പറയുന്നു, പ്രവചനം പറയുക. സഭ തുടങ്ങണം, ദൈവത്തിന് കോളിംഗ് ഉണ്ട്, നിനക്ക് മാറിയിരിക്കാൻ പറ്റത്തില്ല, ചെയ്തേ പറ്റുള്ളൂ, ദൈവം നിന്നെ നിർബന്ധിക്കുന്നു, നിൻ്റെ ശുശ്രൂഷകൾ ഇന്നതൊക്കെയുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ അന്നേരം ഇവരോട് പറഞ്ഞു, ഇവർ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാപ്തനല്ല, എനിക്ക് ദൈവസഭയോട് താല്പര്യമില്ല, ദൈവസഭ ചെയ്യുന്ന എനിക്ക് താല്പര്യമില്ല, വഴിയോരത്ത് പ്രസംഗിക്കുന്നത് എനിക്കിഷ്ടമാണ്, ഭവനങ്ങളിൽ പോയി പറയുന്നത് എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് ദൈവസഭയുടെ താല്പര്യമില്ല. ഞങ്ങൾ 5 പേരും നിൻ്റെ കൂടെയുണ്ട്, പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ശബ്ദം ഞാൻ അന്ന് കേട്ടില്ല, ദൈവശബ്ദം. പക്ഷേ പിന്നീടുള്ള കാലത്ത് ഈ 5 പേരും മാറിപ്പോയപ്പോഴും
കേൾക്കാത്തൊരു ശബ്ദം കൂടെ നിന്നു. അതാ ഇന്ന് ഈ പുൽപ്പറ്റി ദൈവം തമ്പുരാൻ നിർത്തിയത്. ഇന്ന് പകല് നിങ്ങളോട് ഒറ്റ ദൂതാ ഞാൻ പറഞ്ഞത്, മനുഷ്യൻ മാറിപ്പോയാലും മാറിപ്പോകാത്ത ഒരുവൻ നിങ്ങളുടെ കൂടെ കാണും. അവൻ മാറിപ്പോയാൽ പിന്നെ ഈ ഭൂമിയിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. യേശു കർത്താവ് നിലവിളിച്ചത് കാൽവരി ക്രൂശിൽ. യേശു കർത്താവ് അടക്കം പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തേ എന്ന് ചോദിച്ചു. അപ്പം ദൈവം നമ്മളെ എന്ത് ചെയ്യല്ലേ? കൈവിട്ട് കളയല്ലേ. ഹല്ലേലൂയ. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു. ഇന്ന് പകലിൽ നമ്മൾ ആദ്യം പറഞ്ഞത്, ഒന്നാമത്തെ മണ്ഡലത്തിൽ ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ വിളിയെ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വിളിയെ നമ്മൾ തിരിച്ചറിഞ്ഞു വേണം ദൈവസന്നിധി നിൽക്കുവാൻ. റോമാലേഖനം അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. റോമാലേഖനം 9-ാം അധ്യായം 16-ാമത്തെ. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കും. 17-ാമത്തെ വാക്യം. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിന് തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്തിരിക്കുന്നു. അതിന്റെ 16-ാമത്തെ വാക്യം എന്ന് പറയുന്നുണ്ട് ദൈവത്തിന്റെ വിളിയെ കുറിച്ച് പറയാം. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്തിന് എന്ത് തോന്നണം? ദൈവത്തിന് കരുണ തോന്നണം. ഞാൻ ഇനി എന്തെല്ലാം പ്രവർത്തിച്ചെന്ന് പറഞ്ഞാലും ആർക്ക് കരുണ തോന്നണം? ദൈവത്തിന് കരുണ തോന്നണം. ഒരു രോഗിയുടെ അടുത്ത് ചെന്നു, ഞാൻ തെലങ്കം വിലങ്കം പ്രാർത്ഥിച്ചാലും അവന് കരുണ തോന്നിയാലേ സൗഖ്യമാകുള്ളൂ. ഒരാൾ കാണാൻ വന്നു, പ്രാർത്ഥിക്കാനിരുന്നു, പ്രവചനം പറയാം. ഒരു പ്രവാചക ശുശ്രൂഷ ഉള്ളതുകൊണ്ട് പ്രവാചകന്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ ആകുന്ന മുഴുവൻ നോക്കിയിട്ടും പ്രവചിക്കാൻ പറ്റുന്നില്ലെങ്കിലോ? ഇത് പറയണമെങ്കിൽ ആർക്ക് കരുണ തോന്നണം? എന്നെ വിളിച്ചവനെ ഞാൻ തിരിച്ചറിയണം. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, എന്നെ വിളിച്ച ദൈവത്തെ ഞാൻ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. എന്നിട്ട് പറയുക, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. അപ്പൊ ശുശ്രൂഷയ്ക്കായിട്ടോ ദൈവസന്നിധിയിലേക്ക് ഒരുത്തനെ വിളിക്കുമ്പോൾ, ഒരാളെ വിളിച്ചു വേർതിരിക്കുമ്പോൾ ദൈവത്തിന് എന്ത് തോന്നണം? കരുണ തോന്നണം. എൻ്റെ റൂട്ടിനെ മാറ്റണമെങ്കിൽ, എൻ്റെ മണ്ഡലങ്ങൾ മാറ്റണമെങ്കിൽ, എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ വരണമെങ്കിൽ ആർക്ക് കരുണ തോന്നണം? ദൈവത്തിന് കരുണ തോന്നണം. പഴയ നിയമത്തിലെ അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിക്കുന്നു. എടുക്കണ്ട, അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിച്ചു. ആരുടെ ഇടയിൽ നിന്ന്? ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന്, പിതൃഭവനം. എന്താ അബ്രഹാം ചെയ്ത നന്മ? ദൈവ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചു. ആരെയൊക്കെ വിട്ടു? ചാർച്ചക്കാരെ, പിതൃഭവനം വിട്ടു. കോളിങ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ചാർച്ചക്കാരെ പിതൃഭവനം വിട്ടു. ആരുടെ ശബ്ദത്തിലേക്ക് വന്നു? ദൈവ ശബ്ദത്തിലേക്ക് വന്നു. ഇന്ന് പകല് ശ്രദ്ധിച്ചോണം. ചില അനുഗ്രഹങ്ങൾ, ചില ബ്ലെസ്സിങ്ങുകൾ, ചില ഉയർച്ചകൾ ഭവനത്തിൽ വരാതിരിക്കുന്നതിന്റെ കാരണം, അനുഗ്രഹത്തിലേക്ക് പോകാതിരിക്കുന്നതിന്റെ കാരണം ആരുടെ ശബ്ദം കേട്ടിട്ട് എവിടെ തന്നെയാ നിൽക്കുന്നേ? പിടികിട്ടുന്നോ? അനുഗ്രഹത്തിലേക്ക് ഒരുവൻ മാറണമെങ്കിൽ, അവന്റെ തലമുറ അനുഗ്രഹത്തിലേക്ക് മാറണമെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട, നേരെ കയറി നിന്നോണം. വിളിച്ച ദൈവം ആരാന്നാ പറയുന്നേ? വിശ്വസ്തന. അതകത്ത് ഉറച്ചാ മതി. അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിച്ചിട്ട് പറഞ്ഞു, വിളി കേട്ടിറങ്ങിയപ്പോ പറഞ്ഞു, അബ്രഹാമേ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്, ഇതുപോലെ ഞാൻ നിനക്ക് തലമുറയെ തന്ന് അനുഗ്രഹിക്കും. വാഗ്ദത്തം റിലീസ് ചെയ്യണമെങ്കിൽ, വാഗ്ദത്തത്തിനകത്ത് പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിന് കരുണ തോന്നണമെങ്കിൽ, അവന്റെ വാക്കിലേക്ക്, ഇവിടെ തുടങ്ങുന്ന അങ്ങനെ പറയുന്നേ. അതുകൊണ്ട് പറയുന്നു, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല. അപ്പൊ ദൈവത്തിന് എന്ത് തോന്നണം? എന്നോട് കരുണ തോന്നണം. ദൈവത്തിന് സകലവും സാധിക്കുന്നത്. എന്നിട്ട് പറയാം, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടത്. അപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ട് ആരുടെ ശക്തി കാണിക്കാനാ? പിടികിട്ടിയോ? എന്റെ ആരോഗ്യവും എന്റെ മഹത്വവും ഒന്നും കാണിക്കാനല്ല, ആരുടെ മഹത്വം കാണിക്കാനാ? കണ്ടോ? ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുമ്പോൾ അവന്റെ വലിയ വീരസാഹസങ്ങളും
അവന്റെ പ്രവൃത്തി ഒന്നും കാണിക്കാനല്ല. ആരുടെ പ്രവൃത്തി കാണിക്കാനാ? യേശു കർത്താവ്. ഞാൻ ഒരു ദിവസം എടുത്തതാണ്, യോഹന്നാന്റെ 17 എടുത്തു പോയതാ ഒരു ദിവസം. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞു, എന്നാ പറഞ്ഞിരുന്നേ? യേശു കർത്താവ് മഹത്വം എടുക്കുന്നു. ആറ് ഇഷ്ടം ചെയ്യുവാൻ എന്ന് പറഞ്ഞേ? പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ അത്ര ഞാനിവിടെ വന്നിരിക്കുന്നത്. ആർക്ക് മഹത്വം കൊടുത്തു? പിതാവിന് മഹത്വം കൊടുത്തു. പുത്രൻ തമ്പുരാൻ വന്നപ്പോ ആർക്ക് നമ്മൾ മഹത്വം കൊടുക്കണമെന്ന് പറഞ്ഞു? പുത്രന് മഹത്വം കൊടുക്കണം. ഇവിടെ പറയുന്ന വാക്കിനകത്ത് ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിന് തന്നെ. അപ്പം ഇവിടെ നോക്കിയേ, ദൈവത്തിന്റെ പദ്ധതി എന്നതാ. സർവഭൂമിയും ആരുടെ നാമം അറിയണം? ലോകത്തിന്റെ അറ്റത്തോളം ഈ സുവിശേഷം എത്തിച്ചേരുമ്പോ ആര് വരും? വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമാ. യേശുവിനോട് പിതാവിട്ടിരിക്കുന്ന വാഗ്ദത്തമാ. ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സുവിശേഷം എത്തിച്ചേരുമ്പോൾ ആരെ വരും? ഞാൻ രാജാവായിട്ട് മടങ്ങി വരും. ഇതിനകത്ത് നിങ്ങളുടെ അകത്തറിയണം. ഇപ്പം പുതിയ നിയമത്തിന്റെ ഒരു ശുശ്രൂഷ വന്നു. പുതിയ നിയമം മാത്രം മതി എന്നുള്ളൊരു സബ്ജക്റ്റ് വരുന്നുണ്ട്. പുതിയ നിയമം മാത്രം പ്രസംഗിച്ചാൽ മതി എന്നൊരു കാഴ്ചപ്പാട് വരുന്നുണ്ട്. അടുത്ത സെറ്റിലേക്ക് വന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അപ്പോസ്തലന്മാരിലേക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ 3 സ്ഥലങ്ങൾ നിൽപ്പുണ്ട്. ചില സ്ഥലങ്ങളിൽ പഴയ നിയമം മാത്രം പ്രസംഗിച്ചു പോവുക, ചിലയിടത്ത് വന്ന യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം മാത്രം പ്രസംഗിച്ചു പോവുക, അടുത്തിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ മാത്രമേ. ഇതിനപ്പുറമൊരു കാലം കിടപ്പുണ്ട്. യേശു സ്നേഹസമ്പന്നനായി വന്നൊരു ദൈവപുത്രനാണ്. ആണോ അല്ലയോ? മാനവരാശിയുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു, മുറിവുകളെ കെട്ടുന്നു, സൗഖ്യമാക്കുന്നു, കൂടെ ചേർക്കുന്നു, പാപികളെ ചേർക്കുന്നു, എല്ലാം ചെയ്തു വന്നൊരു യേശു. അതിനുശേഷം ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നടത്തിപ്പ് വന്നു. ഇനി 3 അടുത്ത സെഷനിൽ വരാൻ പോകുന്നതിനാ യേശു മേഘാരൂഢനായി വരുക. നമ്മളോട് പറഞ്ഞു ഈ മേഘാരൂഢനായി വരുന്ന യേശു കർത്താവിൻ്റെ കൂടെ നമ്മൾ പോകണമെങ്കിൽ ആരുടെ ഭാവം നമ്മളിൽ വരണം? യേശുവിൻ്റെ ഭാവം ഞങ്ങളിൽ വരണം എന്ന് പറഞ്ഞു. ഇനിയും വരാൻ പോകുന്ന രാജാവായിട്ട് വരുന്ന യേശു എങ്ങനെയുള്ളവനാ? ഇനിയും വന്ന് കാൽവറി ക്രൂശിൽ മരിക്കാൻ വരുന്നവനല്ല. ഈ ഭൂമി തീക്കായി വച്ചിരിക്കുക. സോദോമിനേക്കാൾ ഭയങ്കരമായ ഒരു കാലം വരാൻ പോകുക. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും ആമി എഴുന്നേക്കുന്ന കാലമാ എന്ന് പറഞ്ഞ പഴയ നിയമത്തിനകത്തൊരു യഹോവ ഉണ്ടായിരുന്നെങ്കിൽ ആ യഹോവയുടെ പവറിലാണ് ഇനി വരാൻ പോകുന്നത്. ആ ദൈവശക്തിയിലാണ് വരാൻ പോകുന്നത്. ഇന്ന് പകൽക്കാലം പറയണം, അതുകൊണ്ട് ഭയത്തോടെ വേണം അവന്റെ മുൻപിൽ നിൽക്കാൻ. ഈ വരുന്ന രാജാവിനെ ഇന്ന് പകലിൽ അകത്ത് തിരിച്ചറിയുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പറയുന്നു അവന്റെ വിളി അറിയണം. ഇവിടെ പറയുന്ന വാക്കിനകത്ത് 17ാമത്തെ വാക്യം പറയുക. എന്നാ വിളിയെ കുറിച്ച് പറയുന്നേ? ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എന്റെ ശക്തി കാണിക്കുക. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. കോളിംഗ് മനസ്സിലാകുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം എടുത്തേ. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം അതിന്റെ 22ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 26-22. എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കാൽ ഞാൻ ഇന്നുവരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും. പൗലോസ് പറയുക, എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കാൽ. അപ്പൊ പുള്ളിക്കാരന്റെ അപ്പോസ്തലന്റെ കഴിവോ പ്രാപ്തിയോ ആണ് ഇവിടെ പറയുന്നത്. ആരുടെ സഹായം? ദൈവത്തിന്റെ സഹായം. ഇതാ കരുണ എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കുകയാൽ ഞാൻ ഇന്ന് വരെ നിന്നത് ആരുടെ കരുണയിലാ? ഇതൊന്ന് ബോധ്യം വരണം അകത്ത്. നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ പ്രാപ്തി കൊണ്ടും ഒക്കെ ആണെന്ന് നമുക്കൊരു തോന്നലില്ലേ? മെഡിക്കൽ സയൻസിലെ മരുന്ന് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നില്ലേ? ഇന്ന ഡോക്ടറാണ് ഏറ്റവും വലിയ ഡോക്ടർ, ആ ഡോക്ടറുടെ കഴിവുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ദൈവതമഞ്ചൻ പറയുക, വിളിച്ചവൻ പറയുക, എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കാൻ ഞാൻ ഇന്ന് വരെ നിൽക്കുന്നു. എന്നിട്ടോ ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും. എന്നെ ദൈവം ഏൽപ്പിച്ച കാര്യം മുമ്പേ ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ശക്തി നിന്നിൽ കൂടെ വെളിപ്പെടുത്തുവാൻ. ഇവിടെ അപ്പോസ്തലനെ വിളിച്ചിട്ട് പറയുക, എന്നാ പറയാ? ചെറിയവരോടും വലിയവരോടും. ആരെ കുറിച്ച്?
ദൈവത്തെക്കുറിച്ച് എന്നതാ പറഞ്ഞേ? മനസ്സാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുക. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ, വേർതിരിക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ എന്ത് വേണം? എൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചോണം. അപ്പൊ ദൈവരാജ്യത്തെ പ്രസംഗിക്കാൻ ഇവരെ വിളിച്ചോണ്ട് ഇവരോട് പറയാം. അതുകൊണ്ട് പറയുന്നത്, ഞാൻ ചെറിയവരോടും വലിയവരോടും ഒക്കെ എന്നെ കുറിച്ച് പറഞ്ഞു, സാക്ഷ്യം പറയുക. അപ്പൊ കോളിങ്ങിനെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? വിളിയെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ഇത് ദൈവത്തിന്റെ എന്നതാന്നാ പറയുന്നത്? ദൈവത്തിന്റെ കരുണയാ. ഇത് നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തി? ഇതിനാര് നമ്മളെ ഒരുക്കും? ദൈവം നമ്മളെ ഒരുക്കും. ഇത് ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ഒരാൾ വന്ന് ആരൊരുക്കിക്കോളും? ദൈവം ഒരുക്കും. നിങ്ങളൊന്ന് എൻ്റെ കൂടെ നിന്നാൽ മതി, ബാക്കി പെട്ടെന്ന് കയറി വരും, പിടി കിട്ടും. അപ്പൊ ദൈവത്തിന്റെ കോളിംഗ് ഉണ്ടെന്ന് ആര് തിരിച്ചറിയണം? ഞാൻ തിരിച്ചറിയണം. ദൈവത്തിന്റെ വിളിയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയണം. ആ വിളിക്കകത്തെ ലക്ഷ്യം എന്നതാ? ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല. യേശു കർത്താവ് പറഞ്ഞു, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് വിശ്വസിക്കണം. ഞാൻ പറയുന്ന കേട്ട് വിശ്വസിച്ചില്ലെങ്കിലും എൻ്റെ പ്രവൃത്തി ഉണ്ടോ? ഞാൻ ചെയ്ത പ്രവൃത്തി കണ്ടിട്ടെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക. അപ്പൊ ഇവിടെ പറയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി എന്ത് ചെയ്യും? ആരിൽ കൂടെ വെളിപ്പെടുത്താൻ? വിളിയുള്ളവരെ കൂടെ ദൈവം വെളിപ്പെടുത്താൻ. അതുകൊണ്ട് പറയുന്നത്, ഞാൻ ചെറിയവരോടും വലിയവരോടും ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നിന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വന്നേ. ദൈവത്തിന്റെ കരുണ 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ. യോഹന്നാന്റെ സുവിശേഷം 5:7. രോഗി അവനോട് യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. കണ്ടോ, ഒരുവൻ എവിടെ കിടക്കുക? ബെഥേസ്ദയുള്ള കുളക്കടവിൽ കിടക്കുക. സമയത്തിന് കുറവ് ഒത്തിരി ഉള്ളതുകൊണ്ടാ ഇവ കിടക്കുന്ന. എവിടെയാ? ബെഥേസ്ദയുള്ള കുളക്കടവിൽ. എത്ര ആണ്ടായി? 15 വർഷമോ? സ്വോത്രം പറഞ്ഞോണം. 15 വർഷം പറഞ്ഞു. എത്ര ആണ്ടായി? ബൈബിൾ നല്ലതായിട്ട് വായിക്കുന്നവർക്കായി കർത്താവിനെ സ്വോത്രം ചെയ്യുക. ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുക, തപ്പണ്ട. 38 ആണ്ടായിട്ട് കിടന്നുകൊണ്ടിരിക്കുക ഒരുത്തൻ. എത്ര വർഷമായിട്ട് കുളക്കടവിലുണ്ട്? 38 വർഷമായിട്ട് കിടക്കുക, കുളക്കടവിൽ കിടക്കുക. അവൻ യേശുവിനോട് പറയുന്നൊരു വാക്ക്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന്. അവൻ പറഞ്ഞു, ആരും എന്നെ എന്ത് ചെയ്യാനില്ല. നിങ്ങളൊരു കൂടെ വന്നണേ, ആരും എന്നെ സഹായിപ്പാനില്ല. തക്ക സമയത്ത് എന്നെ ഇറക്കിയിരുന്ന ഞാൻ എന്നെ വിടുതലായി പോയനെ. പക്ഷെ തക്ക സമയത്ത് എന്നെ ആരും എന്ത് ചെയ്യുന്നില്ല, സഹായിക്കുന്നില്ല. അപ്പൊ യേശു കർത്താവ് ഈ ബെഥേസ്ദയുള്ള കുടക്കടവിൽ നിൽക്കുന്നവനോട് യേശുവിന് എന്തു തോന്നി കാണാം? ഒന്ന് വന്നേ എൻ്റെ കൂടെ. യേശുവിന് ബെഥേസ്ദയുള്ള കുളക്കടവിൽ കിടന്നവനോട്, 38 ആണ്ട് കിടന്നവനോട് യേശുവിന് കരുണ തോന്നി. ഇന്ന് പകലിൽ പറയാൻ പറ്റുമോ അവൻ എന്നോട് കരുണ തോന്നിയെന്ന്? ഇന്ന് സഭാഹോളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റുമോ, എന്നോട് കരുണ തോന്നിയതാ ഇന്ന് പകൽ ഞാൻ ജീവനോടെ ഇരിക്കുന്നത്, ഇന്ന് ഞാൻ സൗഖ്യത്തോടെ ഇരിക്കുന്നത്, അവൻ നിന്ദിക്കപ്പെട്ടു പോകാതിരിക്കുന്നത് എൻ്റെ ദൈവത്തിന് എന്നോട് കരുണ തോന്നിയത് കൊണ്ടാ. എൻ്റെ നേർച്ച കാഴ്ചകൾ കണ്ടിട്ടല്ല, എൻ്റെ കുടുംബശ്രേഷ്ഠത കണ്ടിട്ടല്ല, അവൻ എന്നോട് കരുണ തോന്നിയെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാ. അപ്പൊ ഈ 38 ആണ്ട് കിടന്നവന്റെ അരികിൽ വന്നിട്ട് യേശു പറയുന്നൊരു വാക്ക് പറയൂ. ആമി പറഞ്ഞു, യേശു അവനോട് യേശു കർത്താവ് പറ, നീ എന്നെ എന്ത് ചെയ്യണം? നീ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അപ്പൊ യേശുവിന് എന്തു തോന്നി? ഇത് നിങ്ങളുടെ അകത്തറിഞ്ഞോണം. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ, ഈ വീടിനകത്തിരിക്കുമ്പോൾ, ചില നന്മകളൊക്കെ അനുഭവിക്കുമ്പോൾ, തലമുറകളൊക്കെ നഷ്ടപ്പെടാതിരിക്കുമ്പോൾ, വീടിനകത്ത് സ്വസ്ഥതയും സമാധാനം വരുമ്പോൾ, ഇന്ന് പകൽ അറിയണം, എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, അവൻ എന്നോട് കരുണ തോന്നിയത് കൊണ്ടാ. ഇന്ന് പകൽക്കാലം അറിയണം, എവിടൊക്കെ പ്രസംഗിക്കാൻ പറ്റിയാൽ, എവിടൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയാൽ, രോഗി സൗഖ്യമായത്, ഭൂതഗ്രസ്തർ വിടുവിച്ചത്, പ്രവചനങ്ങൾ നടത്തിയത് എൻ്റെ കഴിവ് കൊണ്ടല്ല, അവൻ്റെ കരുണ കൊണ്ടാണെന്ന്
പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അവന്റെ കരുണയൊന്ന് മാത്രമാ, പുകഴല്ല, പ്രശംസിക്കല്ലേ, അവന്റെ കരുണയൊന്ന് മാത്രമാ. ഇന്ന് പകലിൽ അനർത്ഥത്തിൽ വിട്ടുകൊടുക്കാതെ, അപകടത്തിൽ വിട്ടുകൊടുക്കാതെ ഇന്നെന്നെ കാക്കുന്നത് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാണെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ വിളിയുള്ളവൻ, വിളി ദൈവം തമ്പുരാൻ ഇട്ടപ്പോ ദൈവത്തിന് ആരോടും എപ്പോഴും എന്ത് ചെയ്യും? കരുണയുള്ളവനാ ദൈവം. ഇന്ന് പകൽക്കാലം പറഞ്ഞേ, എൻ്റെ ദൈവത്തിന് എന്തുണ്ട്? കരുണയുണ്ട്. ഈ കരുണയുള്ളതുകൊണ്ടാ നമ്മൾ ഇന്നും കൃപയാ നിൽക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന് വലിയ കരുണയുള്ളവനാ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, ഇവനെ എന്ത് ചെയ്തു? ഇവൻ പറഞ്ഞു, ഉള്ള കാര്യം പറഞ്ഞു, ദൂതൻ വരും, വെള്ളം കലക്കും, എന്നെ സഹായിപ്പാൻ ആരുമില്ല. അവനോട് യേശുവിന് എന്ത് തോന്നി? കരുണ തോന്നി. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കരുണ തോന്നിയവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവൻ ഇന്ന് പകലിൽ ഇവിടെ നിൽക്കുമ്പോൾ, ഈ പുൽപ്പറ്റി നിൽക്കുമ്പോൾ എനിക്കും പറയാൻ ഒന്നേ ഉള്ളൂ, അവന് എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണ തോന്നി. അതുകൊണ്ടാണ് യോശുവ പറഞ്ഞ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ അവനെ സേവിക്കും. അവൻ കരുണയുള്ള ദൈവമാണ്. എത്ര പേര് പറയുന്നുണ്ട്? കരുണയുള്ള ദൈവമാണ്. എൻ്റെ കൈ പൊങ്ങും, നിങ്ങളുടെ കൈ പൊങ്ങാത്തതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. കരുണ അത്ര വലുതാ. ഹല്ലേലൂയ. ഈ പറ്റി നിൽക്കുമ്പോൾ എനിക്കത് പറയാൻ പറ്റുള്ളൂ, അവൻ എന്നോട് ചെയ്ത കരുണ വലുതാ. ഹല്ലേലൂയ. പഴയ എൻ്റെ ചരിത്രമൊക്കെ അറിഞ്ഞാലേ അറിയത്തുള്ളൂ ഈ കരുണ എത്ര വലുതായിരുന്നെന്ന്. അതിനാ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ നമ്മുടെ അകത്തൊന്ന് അറിയണം, നമ്മുടെ അകത്തൊന്ന് അറിയണം, ദൈവത്തിന് എന്നോടും എൻ്റെ കുടുംബത്തോടും അല്ലെ ദൈവസഭയിലിരിക്കുന്ന വ്യക്തികളോടും അവൻ കരുണ തോന്നിയത് കൊണ്ടാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തോന്നി, ദൈവത്തമ്പുരാന് കരുണ തോന്നി. സ്വപ്നങ്ങൾ ഇന്ന് സ്വപ്നങ്ങളിലേക്ക്, കോടികളിലേക്ക് എല്ലാത്തിലേക്കും പോകുമ്പോൾ ഒരു നെരിപ്പോട് പോലെ നിന്ന് ഒരു തോക്കെടുത്ത് തൻ്റെ നെഞ്ചത്തേക്ക് വെടിവെക്കുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അവൻ്റെ സ്വപ്നങ്ങൾ അവസാനിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ട ഒരുവന്റെ സ്വപ്നം അവസാനിക്കാത്തതിന്റെ കാരണം സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്വപ്നം നിന്റെ മേ കിടക്കുന്നത് കൊണ്ടാ. സ്വത്രം പറയുന്ന പകലിൽ ഹല്ലേലൂയ. വഴികളൊക്കെ അടഞ്ഞുപോയി, ഇനി എങ്ങനെയും ഒന്ന് തൂങ്ങിച്ചെത്താ മതി എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം പറയണം, എന്റെ സ്വപ്നമല്ല, എന്റെ ദൈവത്തിന്റെ സ്വപ്നത്തിനകത്ത് ഞാൻ നിൽക്കുന്നത് കൊണ്ടാ. ഇന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. മരണത്തിന്റെ ഭാഷകൾ നിന്റെ അടുത്ത് വന്നാൽ അത് നിന്നെ തൊടാതെ കടന്നുപോയി. എന്നറിയോ? ദൈവത്തിന്റെ സ്വപ്നം നിന്റെ മേലുള്ളതുകൊണ്ടാ. മനുഷ്യന്റെ സ്വപ്നം അവസാനിച്ചു പോകും, പക്ഷെ ദൈവത്തിന്റെ സ്വപ്നം അവസാനിക്കത്തില്ല. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. സിംഹത്തിന്റെ കുഴിയിൽ ദാനിയേലിനെ വലിച്ചെറിയുമ്പോ സിംഹമൊന്നും ചെയ്യാതിരുന്നതിന്റെ കാരണം എന്നറിയോ? സ്വർഗത്തിന്റെ സ്വപ്നം അവസാനിച്ചിട്ടില്ലെന്ന്. ഇന്ന് പകൽ ആമീൻ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വപ്നം അവസാനിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞു, ഒരു മരണത്തിനും ഒരു അനർത്ഥത്തിനും നിന്നെ തൊടുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്വർഗം പറഞ്ഞ് ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്നെ ഇന്ന് പകൽക്കാലം പറയണം, പലരും സംരക്ഷണത്തിൽ നോക്കിയവരുണ്ട്, അവനവനെ നോക്കിയവരുണ്ട്, ട്രീറ്റ്മെന്റുകൾ നടത്തിയവരുണ്ട്. അവരൊന്നും ഈ ലോകത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ നിന്നെ നോക്കിയത്, നിന്നെ നോക്കാൻ ആരുമില്ലാഞ്ഞപ്പോ സ്വർഗം നിന്നെ നോക്കിയത് കൊണ്ട് ഇന്ന് പ്രഭാതത്തിലും ദൈവസന്നിധി വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ പറ്റിയത് അവന്റെ കരുണയൊന്ന് മാത്രമാ. അവന്റെ കരുണയൊന്ന് മാത്രമാ. ഇന്ന് പുകഴാൻ ഒന്നുമില്ല, വിളിച്ചു പറ, അവന്റെ കരുണയൊന്ന് മാത്രമാ, അവന്റെ കൃപയൊന്ന് മാത്രമാ, അവന്റെ സംരക്ഷണം ഒന്ന് മാത്രമാ, അവന്റെ വേലി കെട്ടി സൂക്ഷിച്ചത് കൊണ്ടെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ ദൈവത്തിന്റെ സംരക്ഷണയ്ക്കകത്ത് വിളിയുള്ളവർ എവിടെയുണ്ട്? വിളിച്ചതാന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ തക്ക സമയത്ത് കരുണ വന്നു ചേരും. തക്ക സമയത്ത് നിന്റെ വഴികളെ ദൈവം തമ്പുരാൻ തുറക്കും. ഇന്ന് നീ കരഞ്ഞുകൊണ്ടൊന്നും ഇരിക്കണ്ട, സ്വർഗം നിന്റെ മേലൊരു സ്വപ്നമുണ്ട്. എത്ര പേര് പറയുന്നുണ്ട്? ദൈവത്തിന് നിന്റെ മേലൊരു സ്വപ്നമുണ്ട്. യോസേപ്പ് പൊത്തിപ്പേറിന്റെ ഭവനം കൊണ്ട് അവസാനിച്ചേനെ, ദൈവത്തിന്റെ സ്വപ്നഭാവൻ മന്ത്രിയാകണമെന്നുള്ളത്. എന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ ദാവീദ് ഒരു കല്ലും എടുത്തുകൊണ്ട് ഇറങ്ങി തിരിച്ചതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അവൻ നടന്നു വരുമ്പോ അവന്
അരുവിയിൽ കിടന്ന ഒരു 5 കല്ലെടുത്ത് അവന്റെ സഞ്ചിക്കകത്ത് വെച്ച എന്നാന്നറിയോ? സ്വർഗത്തിനൊരു സ്വപ്നം ദാവീദിനെ കുറിച്ച് ഉണ്ടായിട്ടാ. ഓ, പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ സ്വപ്നം കിടപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാല പത്രോസ് അപ്പോസ്തലൻ ഒറ്റ പ്രസംഗത്തിൽ 3000 എണ്ണം അകത്തേക്ക് കയറുമ്പോ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇവിടെ അല്ല എന്റെ സ്വപ്നം വരാൻ പോകുന്നത്, എന്റെ സ്വപ്നം വരാൻ പോകുക. നീ എന്റെ കൂടെ നിൽക്കുന്നവരെന്ന്, എന്റെ അഭിഷേകം നിന്റെ കൂടെ ഉണ്ടെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടത് സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിക്ക് വന്നപ്പോ പാവനെ കൈപിടിച്ച് ഉയർത്തുമ്പോ പത്രോസ് പോലും ചിന്തിച്ചില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം അറിഞ്ഞോ, അവന്റെ കരുണ, അവന്റെ കരുണ, അവന്റെ കരുണ, അവന്റെ കരുണ ഒന്ന് മാത്രമാ. ഓ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? അവന്റെ കരുണ ഒന്ന് മാത്രമാ. എന്റെ കുടുംബത്തോട് അവന്റെ കരുണയുണ്ടെന്ന് പറയുന്നവർക്ക് സ്തോത്രം. എന്റെ തലമുറയോട് അവന്റെ കരുണയുണ്ടെന്ന് പറയുന്നവർക്ക് സ്തോത്രം. ദൈവസഭയോട് കരുണയുണ്ടെന്ന് പറയുന്നവർക്ക് സ്തോത്രം. അവന്റെ കരുണ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേരുടെ അകത്ത് പിടികിട്ടുന്നുണ്ടെന്ന് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഒരു കരുണ കൊണ്ട് മാത്രമാ. ഹല്ലേലൂയ. അവന് മനസ്സലിവ് തോന്നിയോണ്ടാ. ഇന്ന് പകൽക്കാലം പറയണം, ദൈവസഭയ്ക്കകത്തിരിക്കുമ്പോൾ ഓർക്കണം, അവന്റെ മനസ്സലിവ് ഉള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടല്ല. ഹല്ലേലൂയ. ചിലരുടെയൊക്കെ കൈവപ്പ് ഉണ്ടായിട്ടൊന്നുമല്ല. എൻ്റെ ദൈവത്തിന് എന്നോട് കരുണ തോന്നിയത് കൊണ്ടാ. ഓ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാ. ദൈവത്തിന് എപ്പോഴും ഉണ്ടല്ലോ, ദൈവത്തിന് പ്ലാനിങ് ഉണ്ട്, പദ്ധതിയുണ്ട്. ദൈവത്തിന് എപ്പോഴും പ്ലാനിങ് ഉണ്ട്. എത്ര പേര് പറയുന്നുണ്ട്? ചില വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സമയം പോകും എന്നാലും പറയുക. ചില വ്യക്തികളെ കണ്ടിട്ടുണ്ടോ? പെട്ടെന്ന് നിങ്ങളുടെ കാര്യത്തിൽ അങ്ങ് ഇടപെടും. കണ്ടിട്ടില്ലേ? പെട്ടെന്ന് ഇടപെട്ട് വന്ന് നിങ്ങളുടെ ചിലതിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ചിലപ്പോൾ ശത്രുവിനെ പോലെ അങ്ങ് പോകും. പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴറിയണ്ടേ, നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് അവർ എത്തിച്ചു, അവർ പോയി. ഇതിൻ്റെ പുറകിൽ ചലിക്കുന്ന ഒരു കരമുണ്ട് കേട്ടോ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഓ, എത്ര പേര് പറയുന്നു? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, 5 പേരെൻ്റെ കൂടെ വന്നു. 5 പേരെൻ്റെ കൂടെ വന്നു. 5 പേരെന്നെ കൊണ്ട് ഒരു പ്രവാചകൻ്റെ അടുത്തിരുത്തി. പ്രവാചകൻ എന്നോട് പ്രവചിച്ചു പറഞ്ഞ് എന്നോട് അവസാനത്തിൽ വേട് പറഞ്ഞ എന്നറിയോ? 6 മാസം നിനക്ക് ദൈവം ഒരു സമയം വെച്ചിരിക്കും. 6 മാസത്തിനുള്ളിൽ നീ ഒരു മൂവ്മെന്റിന്റെ മുന്നിൽ വന്നില്ലെങ്കിൽ 6-ാം മാസം നീ ഭൂമിയിലില്ല. പുള്ളിക്കാരൻ പറഞ്ഞു നിർത്തി, 6 മാസത്തിനുള്ളിൽ നീ ഒരു ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയില്ലെങ്കിൽ നിന്റെ മുന്നിൽ ഇനി പിന്നെ വഴികളില്ല, അടയപ്പെട്ടു പോകാൻ പോവാ. എൻ്റെ ഉള്ളിൽ പേടിയായി, ചാടി ഇറങ്ങിയേ പറ്റുള്ളൂ. ഇവർ വിളിച്ചു, ചാടി ഇറങ്ങി, ഇവർ വിട്ടുപോയി. ദൈവസഭയ്ക്കകത്ത് ഞാൻ ഇന്നുകൊണ്ട് ഞാൻ അവരെ കുറിച്ച് ചിന്തിച്ചില്ല. എന്നെ തള്ളാത്ത ഒരുവന്റെ കയ്യിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം പറയണം, മനുഷ്യൻ തള്ളിയാൽ കരുണയുള്ളവൻ തള്ളത്തില്ല കേട്ടോ. ഇന്ന് പകൽ എത്ര പേര് വിളിച്ചു പറയുന്നുണ്ട്, മനുഷ്യൻ നിന്നെ തള്ളിയാൽ, ഓ മനുഷ്യൻ നിന്നെ തള്ളിയാൽ, മനുഷ്യൻ നിന്നെ മോശമെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ തള്ളിക്കളഞ്ഞാൽ തള്ളിക്കളയാത്ത ഒരു കരമുണ്ട്, അതെന്റെ യേശുവിന്റെ കരമാ. ഉടമ്പൽ കലാതര വൈഡലബ രഹസ്യാന്തര. അവന്റെ കരം ചലിച്ച, അവന്റെ കരം ചലിച്ച, അവന്റെ വാക്ക് വീണാൽ അവന് കരുണ തോന്നുന്നവനോട് അവൻ കരുണ തോന്നും. ഓ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവന്റെ കരുണയൊന്ന് മാത്രമെന്ന് പറയുന്നവർ, അവന്റെ കരുണയൊന്ന് മാത്രമെന്ന് പറയുന്നവർ, ഇന്ന് നിൽക്കുന്നത് അവന്റെ കരുണയെന്ന്. ഹല്ലേലൂയ. അവന്റെ കരുണയെന്ന് എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു? ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? അവന്റെ കരുണയൊന്ന് മാത്രമെന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം? ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് പറയേണ്ട വാക്ക് എന്നാന്നറിയോ? 2 കൊരിന്ത്യർ 3:5 ഒന്ന് വന്നേ. 2 കൊരിന്ത്യർ 3-5 വാക്യം. അപ്പോസ്തലൻ പറയുന്നൊരു വാക്ക് കണ്ടോ? കിട്ടുന്നവർ വായിച്ചു, അല്ലെങ്കിൽ 2 മണിയാലും പോകത്തില്ല. ഞാൻ ഇത് തന്നെ എഴുതിയിരിക്കും. 2 കൊരിന്ത്യർ 3-5 ഞങ്ങളിൽ നിന്ന് വരും പോലെ കണ്ടില്ലായിരിക്കും. വല്ലപ്പോഴും ഒക്കെ ബൈബിൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇത് എടുത്തൊക്കെ ഒന്ന് വായിക്കണം. കൊച്ചുങ്ങൾക്ക് പേടിക്കാതിരിക്കാൻ തലക്കി വെക്കല്ലേ, അതിന് പകരം ഒന്ന് വായിച്ചു നോക്കണം, എന്നാലേ പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ. വായിച്ചേ. ഞങ്ങളിൽ നിന്ന് തന്നെ ഇവിടെ പറഞ്ഞ കണ്ടോ, ഇതൊക്കെ ഞങ്ങളിൽ നിന്നാണെന്ന്. രോഗി സൗഖ്യമാകുന്ന ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നോണ്ടാണെന്നല്ല ഇവിടെ പറയുന്നേ. ഇതൊന്നും ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ. കണ്ടോ, ഇവിടുന്ന് നടക്കാൻ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഞങ്ങളിൽ നിന്നൊന്നും അല്ല ഇത് വരുന്നത്. ആരിൽ നിന്നാണ് വരുന്നേ എന്ന് പിടികിട്ട്. അകത്തൊന്നും പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, നിങ്ങളകത്തൊന്ന് പറഞ്ഞേ. ഇവിടെ പൗലോസ് പറയുക,
പൗലോസിനെ നോക്ക് പറയണം, പൗലോസ് ആരാധിച്ച് കാരാഗ്രഹം തുറന്നവനാ, അണലി കടിച്ചു നോക്കി കുടഞ്ഞു കളഞ്ഞവനാ, എല്ലാം അത്ഭുതങ്ങൾ പൗലോസ് ചെയ്ത്. ആ പൗലോസ് പറയും, എവിടെ പറയുന്നു വാക്കെന്നാ, ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ. ഇത് ഞങ്ങളുടെ എന്തെങ്കിലും ആണെന്നാണ് പൗലോസ് പറഞ്ഞേ. ക്രിസ്തുവിന്റെ ഭാവം തന്നെ ഞങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് യേശു പറയുമ്പോൾ, യേശു പറഞ്ഞു വെക്കുമ്പോൾ, യേശുവിന്റെ ഭാവം പിതാവാൻ ദൈവത്തിന്റെ ഭാവമായിരുന്നെങ്കിൽ പുത്രന്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകണം. ഇവിടെ പറഞ്ഞു ഇത് ഞങ്ങളിൽ നിന്ന് വരുന്ന പോലെ. യേശു പറഞ്ഞു എന്നായിരുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ടെങ്കിലും നിങ്ങൾ വിശ്വസിക്കാനാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞ വാക്ക് ഞങ്ങളിൽ തന്നെ വരുമ്പോൾ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ കരുണയാണ്. നിനക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിന്റെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ബിസിനസ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ശുശ്രൂഷ വിശാലമായിട്ടുണ്ടെങ്കിൽ, നിന്റെ കൈ രോഗികൾ സൗഖ്യമായിട്ടുണ്ടെങ്കിൽ, ഭൂതകസ്തർ വെടിവെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ നിന്ന് മുട്ടുംകാലം നിന്ദിച്ച് പറയണം, എന്റെ കർത്താവേ നിന്റെ കരുണയൊന്ന് മാത്രമാ. ഹല്ലേലൂയ. ആമീൻ. പ്രാപ്തനാക്കുന്ന സ്വർഗത്തിലെ ദൈവമാ, നിന്നെ പ്രാപ്തനാക്കുന്ന സ്വർഗത്തിലെ ദൈവമാ. മനുഷ്യനല്ല നിന്നെ പ്രാപ്തനാക്കുന്നത്, ബൈബിൾ കോളേജ് അല്ല പ്രാപ്തനാക്കുന്നത്, മനുഷ്യനല്ല പ്രാപ്തനാക്കുന്നത്, അത് സ്വർഗത്തിലെ ദൈവമാ. വിക്കനായ മോശയെ കൊണ്ട് ചെങ്കടൽ കീറിച്ചത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞ എന്നെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവമുണ്ട് സ്വർഗത്തിൽ. ഹല്ലേലൂയ. ഇന്ന് പറയരുത് മനുഷ്യന്റെ കഴിവ് കൊണ്ടാണ്. പൗലോസ് ഇവിടെ ഉഴുതൽ പറയുക, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാ, ദൈവത്തിന്റെ കരുണയെന്ന്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിൾ പറയുവാണ്, എഫെസ് ലേഖനത്തിൽ വന്നപ്പോൾ പറയുക, എഫെസ് ലേഖനം 6-ാം അധ്യായത്തിന് 10 പറയുക. പെട്ടെന്ന് വായിച്ചു വിട്ടു, എന്നാലേ കണ്ടന്റിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പൗലോസ് പറയും എന്ത് ചെയ്യണം? അതുകൊണ്ട് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ, ക്രിസ്തുവിന്റെ ഐക്യതയിൽ, ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൽ ബലം കായ്ച്ച് അവനിൽ വേരൂന്നി അവനിൽ ബലം കായ്ക്കണം. കണ്ടോ? ആരിൽ വേരൂന്നാൻ പറഞ്ഞു? ക്രിസ്തുവിൽ വേരൂന്നി എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കും. മനസ്സിലായോ? ക്രിസ്തുവിൽ ഒരു വേരൂന്നിയാൽ നിന്നിൽ നിന്ന് നല്ല ഫലമേ വരത്തുള്ളൂ. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ക്രിസ്തുവിൽ ഒരുവൻ വേരൂന്നിയാൽ അവൻ്റെ ഇടപാട് കാണുമ്പോഴേ അറിയാം ഇവൻ ക്രിസ്തുവിൻ്റെ അനുകാരിയാണ്. ഇവൻ്റെ വായി തുറക്കുമ്പോഴേ അറിയാം ഇവൻ ക്രിസ്തുവിൻ്റെ കൂടെ ഉള്ളതാണ്. ഇവൻ്റെ സ്വഭാവം കാണുമ്പോഴേ അറിയാം. ആമേ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേ, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ഗലാത്യർ 5:22 വരണം. വീട്ടിൽ വന്ന് വായിച്ചു നോക്കിയാൽ മതി, ഇപ്പോൾ എടുക്കണ്ട. ഹല്ലേലൂയ. പറഞ്ഞു പിടി കിട്ടിയോ? അപ്പൊ ആരിൽ വേരൂന്നാണ് ഇവിടെ പറഞ്ഞത്? ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും. കണ്ടോ? ദൈവത്തിന് എന്നോട് കരുണ തോന്നി, ദൈവം എന്നെ വിളിച്ചു, വേർതിരിച്ചു, വിശുദ്ധന്മാരുടെ കൂടെ കൊണ്ടിരുത്തി. എന്നിട്ട് എന്തു പറയുക? നീ ആരിൽ വളരാൻ പറഞ്ഞു? ക്രിസ്തുവിൽ വളരണം. എന്തിനു വേണ്ടി? അധിക ഫലം കായ്ക്കാൻ. ഫലം കായ്ക്കുമെന്നല്ല പറഞ്ഞേ, അധിക ഫലം കായ്ക്കുന്നുവെങ്കിൽ എൻ്റെ പിതാവ്, ഫലം കായ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ശിഷ്യന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ആർക്ക് കരുണ എന്നോട് തോന്നണം? അപ്പോൾ വിളിയുണ്ട്, ദൈവത്തിൻ്റെ കരുണയും എൻ്റെ മേൽ വരണം. 1 കൊരിന്ത്യരിലേക്ക് വന്നേ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. അപ്പൊ നമുക്കിതെല്ലാം വെളിപ്പെടുത്തുവാൻ കാരണമായി തീർന്നത് എന്തിനാലാ? ഇവിടെ തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കഴിഞ്ഞ നാളെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എടുത്തേ. ഈ ആത്മാവ് എങ്ങനെ നിങ്ങളുടെ മേൽ വന്നു എന്നുള്ളത് കൊണ്ടുവരാനാ, യേശുവുമായിട്ടുള്ള നിങ്ങളെ കണക്ട് ചെയ്യാനാ ഈ വചനം കൊണ്ടിരുന്നേ. അപ്പൊ നിങ്ങളെ വിളിച്ചു. ആർക്ക് കരുണ തോന്നി? ദൈവത്തിന് കരുണ തോന്നി. ഇവിടെ കൊണ്ടെന്ന് പറഞ്ഞു എങ്ങനെ വെളിപ്പെടുക? നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു.
ആ, ദൈവത്തിന്റെ പദ്ധതി മുഴുവൻ ആരിൽ കൂടെ വെളിപ്പെടുകയുള്ളൂ? പരിശുദ്ധാത്മാവിലെ വെളിപ്പെടുകയുള്ളൂ. ആത്മാവിന്റെ പദ്ധതിയിലെ വെളിപ്പെടും. പിടികിട്ടുന്നോ? ഇതിനെ ഒന്ന് കൊണ്ടുവരാൻ പോവാ. എങ്ങനെ വെളിപ്പെടുന്നത്, എങ്ങനെ നിങ്ങൾക്ക് അത് ലഭിച്ചെന്ന് പറയാം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്നേ, 16-ാം അധ്യായം. ഇവിടെ മുഴുവൻ ദൈവവചനം തുടങ്ങുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം, അതിന്റെ 12-ാമത്തെ വാക്യം. യേശു പറയും, ഇനിയും വളരെ നിങ്ങൾ അടിവര ഇടുന്നവരൊക്കെ വരയിട്ട് വെച്ചോളം കേട്ടോ. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്. ഇപ്പൊ കണ്ടോ, എനിക്ക് നിങ്ങളോട് ഒത്തിരി കാര്യം പറയാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്നാ കുഴപ്പം? ഞാനിത് പറയുന്ന നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് ഗ്രഹിക്കത്തില്ല. യേശു പറയുക. അതുകൊണ്ട് ഇവിടെ പറയുക, ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, കഴിയത്തില്ല. പിന്നെ വായിക്കാൻ കഴിയണമെങ്കിലോ? 13-ാമത്തെ വാക്യം. ആ, അപ്പൊ യേശു പറഞ്ഞു വെച്ചു, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? ഗ്രഹിക്കത്തില്ല. ഫിലോസഫി എന്നും പറഞ്ഞ് നിങ്ങൾ പിടികിട്ടത്തില്ല. അപ്പൊ നിങ്ങളോട് ഈ കാര്യം ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ നിങ്ങളുടെ അകത്ത് എന്ത് ചെയ്യത്തില്ല? ലഭിക്കത്തില്ല. അത് നിങ്ങൾക്ക് ഗ്രഹിക്കണമെങ്കിൽ, നിങ്ങൾക്കത് ലഭിക്കപ്പെടണമെങ്കിൽ, ഇവിടെ പറയുക സത്യത്തിന്റെ ആത്മാവ്, ആ പരിശുദ്ധാത്മാവിനെ പറയുക, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ, അപ്പം ആര് വരണം? സത്യത്തിന്റെ ആത്മാവ്. യേശുവിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞു വെച്ചു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്തും. ഇവിടെ യേശു പറഞ്ഞു. അപ്പൊ യേശുവിനെ പിതാവ് അയച്ചിരിക്കുന്ന പദ്ധതി പിടികിട്ടിയോ? എന്തിനെ കൊടുക്കാനാണ്? ആത്മാവിനെ കൊടുക്കാനാണ്. ഇവിടെ പറയുന്നു, ആ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ, ഇതെല്ലാം പറയുന്ന ഓർത്ത് പോയിക്കോണം, ശിഷ്യന്മാരെ വിളിച്ചിരുത്തിയാ പറയുന്നത്. അവൻ നിങ്ങളെ നിങ്ങളെ അവൻ സകല സത്യത്തിലും വഴി നടത്തും. ആത്മാവിനെ പിടികിട്ടിയോ? ആത്മാവിനെ അകത്ത് ഉൾക്കൊള്ളുന്നുണ്ടോ? അപ്പൊ ഇവിടെ പറയുന്നു, സംസാരിക്കാൻ വരുവാനുള്ളത് നിങ്ങളെ എന്ത് ചെയ്യുകയും ചെയ്യും? അറിയിച്ചു തരികയും ചെയ്യും. 14-ാമത്തെ വാക്യം. ആ, ഇവിടാണ് യേശുവും നിങ്ങളും തമ്മിലുള്ള ബന്ധം വരുന്നത്. ആ വാക്യം തുടങ്ങി, അവൻ കൊടുത്തിരിക്കുന്ന സത്യം പറഞ്ഞ നമ്മൾ ചുമ്മാ വിളിക്കുന്ന വിളിക്കുന്ന, പക്ഷെ അങ്ങനെ അല്ല വിളിക്കണ്ടേ. ദൈവത്തെ വിളിക്കുന്ന അവനെന്നും അച്ചാച്ചാന്നൊക്കെ വിളിക്കണ്ടേ. ഇവിടെ വാക്ക് കണ്ട കിടക്കുന്നത്. ദൈവത്തെ വിളിക്കുന്ന പേര് അവൻ എഴുതിപ്പോയതിനെ കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവൻ എനിക്കുള്ളതിൽ നിന്ന്, ആര്? ദൈവം യേശുവിനുള്ളതിൽ നിന്ന് എടുത്ത്. അപ്പം യേശുവും നിങ്ങളും ദൈവവുമായിട്ടുള്ള കണക്ഷൻ മനസ്സിലാവുന്നുണ്ടോ? പിതാവ് ആകർഷിക്കാതെ പുത്രൻ്റെ അടുത്ത് അകത്ത് പിടികിട്ടുന്നുണ്ടോ? ബൈബിൾ കോളേജിൽ നിന്നും പോകണ്ട, ഇവിടെ നിന്ന് കേട്ടാൽ മതി. അപ്പം പിടികിട്ടുന്ന കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പം ഇവിടെ ആ ദൈവവും പുത്രനും നിങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വിളിയിലേക്ക് വന്നിട്ട് അഭിഷേകത്തിലേക്ക് വരാൻ പോകുന്നേ. അപ്പം ഇവിടെ കൊണ്ടുവന്നിട്ട് പറയുക, ദൈവം യേശുവിനുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്താനുള്ള കാരണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ എന്ന പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. പിടികിട്ടുന്നുണ്ടോ? വിശദീകരിച്ച് പോയാൽ 5 മണിയായി പോകത്തില്ല. അതുകൊണ്ടാണ് ഇത്ര പറയുന്നത്. നിങ്ങളുടെ അകത്തൊന്ന് കയറിയാൽ സ്വോത്രം പറഞ്ഞു പോയാൽ മതി. അപ്പം പറഞ്ഞു, ആർക്കുള്ളതിൽ നിന്ന്? യേശു ക്രിസ്തുവിനുള്ളതിൽ നിന്ന് എടുത്ത് ആർക്ക് വന്നു? നിങ്ങൾ അകത്ത് മനസ്സിലാവുന്നുണ്ട്, അറിയണം. അപ്പോസ്തലൻ പറഞ്ഞു, അബ്ബ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വപുത്രന്റെ ആത്മാവിനെ ആരുടെ അയച്ചു? സ്വർഗത്തെ ദൈവത്തെ അപ്പാന്ന് വിളിക്കുവാൻ എനിക്ക് റൈറ്റ് കിട്ടിയത് തൻ്റെ പുത്രന്റെ മേൽ ഇരുന്ന ആത്മാവിനെ എൻ്റെ മേൽ പകരപ്പെട്ടത് കൊണ്ടാണ്. ഇന്ന് ഞാൻ ദൈവമക്കളായി തീരുവാനുള്ള കാരണം യേശു ക്രിസ്തു മുഖാന്തരമാ.
ഹല്ലേലൂയ. ഇന്ന് പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ പകർന്നപ്പോ സ്വർഗത്തിലെ ദൈവത്തെ എനിക്ക് അപ്പാ എന്ന് വിളിപ്പാൻ, അതുകൊണ്ട് യോഹന്നാൻ 1:12 പറഞ്ഞു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളായി. പിടികിട്ടിയോ? നിങ്ങൾ പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ മേൽ പകരപ്പെട്ട അതേ ആത്മാവ് ഇവിടെ പറയുന്നു, എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് ആരെ മഹത്വപ്പെടുത്തുന്നു? യേശുവിനെ മഹത്വപ്പെടുത്തുന്ന കാര്യം പിടികിട്ടിയവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. 15-ാമത്തെ വാക്യം, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത് കണ്ടോ? പിതാവിനുള്ളതെല്ലാം ആർക്കുള്ള? പുത്രനുള്ള. അപ്പോൾ അതുകൊണ്ട് പറയാം എനിക്കുള്ളതൊക്കെ, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട്, അവിടെ നോക്കിക്കോണേ 16-ാമത്തെ വാക്യം, നിങ്ങൾ എന്നെ കാണുകയില്ല. ഇതാണ് രക്ഷിക്കപ്പെട്ടവന്റെ ജീവിതത്തിനകത്ത് വന്ന പ്രത്യാശ. ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല. വീണ്ടും ജനിച്ച പൈതൽ, ആമീൻ, ഞാൻ എൻ്റെ യേശുവിനെ മുഖാമുഖമായി കാണും. എൻ്റെ മേൽ ജീവൻ പകർന്ന ആ രക്ഷകനെ ഞാൻ മുഖാമുഖമായി കാണും. ഇന്ന് പകൽക്കാലം വരണം, അവന്റെ ആത്മാവിനെ എൻ്റെ മേൽ തന്നത് അവൻ എന്നോട് കരുണ തോന്നിയത് കൊണ്ടാ. ഓ വിശ്വസിക്കുന്നവർക്കായി. അതുകൊണ്ട് യേശു പറഞ്ഞു കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട്, അമ്മേ, കുറച്ചൊന്ന് കഴിയുമ്പോൾ എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. എന്നെ കുറച്ചൊന്ന് കഴിയും. പത്രോസിനോട് യോഹന്നാൻ യാക്കോബിനോട് പോലെ, പത്രോസ് യോഹന്നാൻ യാക്കോബേ, ഞാൻ കുറച്ചൊന്ന് കഴിയുമ്പോൾ എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ഇന്ന് എത്ര പേർ വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതൽ അറിയണം, എനിക്കെന്റെ യേശുവിനെ കാണാൻ പറ്റും, എനിക്കെന്റെ കർത്താവിനെ കാണാൻ പറ്റും. അവൻ മേഘാരൂഢനായി വരും. ഓ, അതെന്നെ ചേർക്കാനെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയോ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്, എന്റെ യേശു വരും, അത് നിശ്ചയമായി നടക്കും. എന്റെ യേശു വരും, ഞാൻ അവനോടുകൂടെ ആമേ പ്രാക്കളെ പോലെ പറന്നുയർന്ന് ഞാൻ പോകും. എന്തുകൊണ്ടെന്ന് പറയുമ്പോ അവൻ എന്നോട് കരുണ തോന്നിയത് കൊണ്ട്. എത്ര പേര് അമ്മ പറയുന്നു? അതുകൊണ്ട് ഇവിടെ പറഞ്ഞ് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട്, അമ്മ നിങ്ങൾ എന്നെ കാണത്തില്ല, പക്ഷെ കുറച്ചൊന്ന് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണും. ഇന്ന് പകല് നിങ്ങളുടെ അകത്തറിയണം, ദൈവത്തിന് എന്നോട് കരുണ തോന്നി. ഹല്ലേലൂയ. എത്ര പേര് അമ്മ പറയുന്നുണ്ട്? അമ്മ അപ്പോൾ ഈ യേശുവിൻ്റെ മേലിരുന്നതിൽ നിന്ന് എടുത്ത് പിതാവ് എനിക്ക് തന്നു. ഒന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുന്നതുകൊണ്ട് ഞാൻ പിതാവിൻ്റെ പുത്രനായതുപോലെ നിങ്ങളും പുത്രന്മാരും പുത്രിമാരും ആയിരിക്കേണ്ടതിന്. അതുകൊണ്ട് പറഞ്ഞു, പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ അവൻ തന്നു കഴിഞ്ഞു. അതുകൊണ്ട് അപ്പം ഏത് ആത്മാവ് എൻ്റെ മേൽ വന്നു? യേശുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ ആത്മാവ്. അങ്ങനെയാണ് യേശുവിൻ്റെ സ്വഭാവമൊക്കെ നമ്മളിലും കാണണം. സ്തോത്രം. യേശുവിൻ്റെ ചില സ്വഭാവങ്ങളൊക്കെ നമ്മളിലും വേണം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് കുടിക്കാൻ ചോദിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. നിങ്ങളൊരു നല്ല ശമരിയനാകാൻ യേശു ആഗ്രഹിച്ചു, നിങ്ങൾ നല്ല ശമരിയനായില്ല. പിടികിട്ടിയോ? ആരുടെ ആത്മാവിനല്ല യാത്ര ചെയ്യുന്നതെന്ന് ഇന്ന് പകല് തിരിച്ചറിഞ്ഞോണം. യേശു രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ രാത്രി മുഴുവൻ കിടന്നുറങ്ങുമായിരുന്നു. സ്തോത്രം. രാത്രി മുഴുവനും പകൽ മുഴുവൻ. എന്നിട്ട് പത്രോസ് എന്നിട്ട് പറഞ്ഞു, പത്രോസ് അപ്പോസ്തലൻ എന്നിട്ട് പറഞ്ഞു, ആമേ, ഒരു വെളുപ്പാങ്കാലത്ത് ഇരുട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുന്നിടത്ത് എന്നു. മർക്കോസിലാണ് കേട്ടോ, അല്ല പറയണ, അതിനകത്ത് ഇല്ലാരെന്ന് പറയില്ല. അതുകൊണ്ടാണ് മർക്കോസിന് സൂക്ഷിച്ചിടത്തില്ല, ഒന്നില്ല. അപ്പോൾ അവിടെ ചെന്ന് യേശുവിനെ ചെന്ന് 1:35 വന്നും പറഞ്ഞു വിളിക്കുക. അവർ നിന്നെ അവരെല്ലാവരും അന്വേഷിക്കുക. യേശു പറഞ്ഞു, ആമീൻ, നിങ്ങളുടെ ഊരുകളിൽ പ്രസംഗിക്കേണ്ടതിനും നിങ്ങളുടെ വ്യാധികളെ പുറത്താക്കേണ്ടതിനും അല്ലയോ ഞാൻ വന്നിരിക്കുന്നത്. ആമേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് തിരിച്ചറിഞ്ഞുണ്ടോ? ആമേ, യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ആമേ, ഹല്ലേലൂയ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനാൽ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പോൾ ഫിലിപ്പിയ ലേഖനം, അമ്മ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വന്നേ, പെട്ടെന്ന് കടന്നു. ഫിലിപ്പിയ ലേഖനം 4 വന്ന് 4 അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വന്ന് 4:13. അപ്പൊ ഇവിടെ വന്ന വാക്ക് കണ്ടോ? ആരുടെ ആത്മാവ് വന്നു?
യേശുവിൻ്റെ മേലിരുന്ന ആത്മാവ് ആരുടെ മേലുണ്ട്? എൻ്റെ മേലുണ്ട്. അപ്പം ആർക്ക് മനസ്സിലായി? അപ്പോസ്തലനായ പൗലോസ് പറയാ, പൗലോസിന് മനസ്സിലായിട്ട് പറയാ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അമ്മി പൗലോസിന്റെ മേൽ പകരപ്പെട്ട ആത്മാവിനെ പിടികിട്ടോ? യേശുവിന്റെ മേലിരുന്ന അതേ ആത്മാവിനെ പിതാവാൻ ദൈവം എനിക്ക് ദാനമായി തന്നപ്പോ യേശു ക്രിസ്തു മുഖാന്തരം ലഭിക്കപ്പെട്ടോ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഈ ആത്മാവുള്ളവർക്ക് ഇന്ന് വിളിച്ചു പറയാ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ആമേ. ഇന്ന് പകൽ തോന്നു പറഞ്ഞോണം, അവൻ എന്നോട് കരുണ തോന്നിയതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് പറയുന്നുണ്ട് അങ്ങനെ? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ, അവൻ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ ഇവിടെ പറയുന്നു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അപ്പം നോക്കിക്കോണേ, അമ്മ ഒരു ശൂന്യത ഉണ്ടെങ്കിൽ അവിടെ ഒരു അത്ഭുതം ചെയ്യാൻ പറ്റുമോ? കാനാവിലെ കല്യാണത്തിനൊരു ശൂന്യത ഉണ്ടായിരുന്നു. അവിടെ ഒരു അത്ഭുതം ആർക്ക് ചെയ്യാൻ പറ്റി? യേശുവിനെ ചെയ്യാൻ പറ്റി. ഈ ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പിടികിട്ടിയോ? ആത്മാവിനെ തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ അകത്ത് ഇല്ല എന്ന് പറയുന്നത് പിശാചിൻ്റെ തന്ത്രമാണ്. നിങ്ങളുടെ മേൽ പകരപ്പെട്ടത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ മേലിരുന്ന അതേ പരിശുദ്ധാത്മാവാ. ആണെങ്കിൽ നിങ്ങളുടെ കൈകളിൽ അത്ഭുതമുണ്ട്, നിങ്ങളുടെ കൈകളിൽ അടയാളങ്ങളുണ്ട്. എത്ര പേര് ആമീൻ പറയാൻ റെഡിയാകുന്നുണ്ട്? നിങ്ങളുടെ കരങ്ങളിൽ അത്ഭുതമുണ്ട്. ഇല്ലാത്തടത്തുനിന്ന് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ്റെ ആത്മാവ് നിങ്ങളുടെ മേലുണ്ട്. ഇന്നത്തെ പേര് ആമീൻ പറയുന്നുണ്ട്. ഇന്ന് നിന്റെ ഭവനത്തിൽ ഇല്ലെങ്കിൽ ഇന്ന് വിളിച്ചു വരുത്താൻ പറ്റും. ഇന്ന് നിന്റെ ഭവനത്തിനകത്ത് ഇല്ലാത്തതിനെ വിളിച്ചു വരുത്താൻ പറ്റും. എത്ര പേര് ആമി പറയുന്നുണ്ട്? ആമി ചില ശൂന്യമായ ഭരണികളെ നിറയ്ക്കുവാൻ നിനക്ക് പറ്റും. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് രോഗികൾ നിന്റെ കൈക്കീഴിൽ അത്ഭുതമായി സൗഖ്യമാകും. ഭൂതഗ്രസ്തർ വിടുവിക്കപ്പെടും. മരിച്ചവർ ഉയർക്കും. അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും. ധൈര്യത്തോടെ വിളിച്ചു പറയണം, ആമി എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനെന്ന് പറയണമെങ്കിൽ അതേ ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയോ. ഈ വിശ്വാസത്തിൽ വന്നിട്ട് വിളിച്ചു പറയണം, യേശുവിന്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ മേൽ തുടങ്ങിയപ്പോ അവിടെ വചനം തുടങ്ങുന്നെങ്കിൽ അപ്പോസ്തല പ്രവർത്തികൾ, അപ്പോസ്തലന്മാരുടെ കയ്യിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങി. എന്താ കാരണമെന്നറിയോ? യേശുവിന്റെ മേൽ ഇരുന്ന അതേ ആത്മാവിനെ പത്രോസിന്റെ മേൽ പകരപ്പെട്ടപ്പോ സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിക്കൽ വന്നു പറഞ്ഞു, വെന്നും പൊന്നും എന്റെ കയ്യിലില്ല, എന്റെ കയ്യിലുള്ളത് നസറേനായ യേശുവിന്റെ മേൽ പകരപ്പെട്ട അതേ ആത്മാവാണെന്ന് പറഞ്ഞ് ആ മുടന്തന്റെ കൈ പിടിച്ചപ്പോ അവൻ തുള്ളിച്ചാടി എഴുന്നേറ്റെങ്കിൽ ഇന്ന് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പൗലോസ് പറയാ, എന്റെ ശക്തി കൊണ്ടോ എന്റെ ഭക്തി കൊണ്ടോ അല്ല, ഇവനെ നടക്കുമാറാക്കിയത് യേശുവിന്റെ ആത്മാവിനാലാണ്. വിളിച്ചു പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, യേശുവിന്റെ ആത്മാവുള്ളവൻ, യേശുവിന്റെ ആത്മാവുള്ളവൻ. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? യേശുവിന്റെ ആത്മാവിന്റെ പ്രത്യേകതയുണ്ട്. യോഹന്നാന്റെ 21:6 വരുമ്പോ യേശു അക്കരെ നിന്നുകൊണ്ട് ചോദിക്കുക, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? പടകിനകത്ത് രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒരു ബലത്തിലും വന്നില്ല, ഫലമില്ലാതിരിക്കുകയാ. നിന്നത് യേശുവിന്റെ കൂടെ അപ്പോസ്തലന്മാരാ. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരാ. പക്ഷെങ്കിൽ ഇന്ന് പടകും ശൂന്യമായിട്ടിരിക്കുക. യേശു അക്കരെ നിന്നോണ്ട് പറഞ്ഞു, പടകിന്റെ വലത്തുവശത്ത് വീശുവീർ, എന്നാ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാ, നിങ്ങളുടെ കൈകളാൽ അസാധ്യങ്ങൾ സാധ്യമാകാൻ പോവുക. എത്ര പേര് ആമീൻ പറയാം? അസാധ്യങ്ങൾ സാധ്യമാകാൻ പോവുക. ഈ ദേശത്തിനകത്ത് വിളിച്ചു പറയാ, അത്ഭുതങ്ങൾ നിങ്ങളുടെ കൈകളിൽ നടക്കാൻ പോവുക. അവന് നിന്നോട് കരുണയുണ്ട്, അവർക്ക് നിന്നോട് കരുണയുണ്ട്. നിങ്ങളുടെ കൈകളിൽ അത്ഭുതങ്ങൾ നടക്കാം, നിങ്ങളുടെ കൈകളിൽ അത്ഭുതം നടക്കാം. നീ കയറി ചെല്ലുന്ന ഭവനത്തിനകത്ത് വിടുതലുണ്ടാകും. ഭൂതഗ്രസ്തർ വിടുവിക്കപ്പെടും, മരിച്ചവർ ഉയർക്കും എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയണം, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാമേ. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തെ വിളിച്ചു പറയുന്നുണ്ട്, ആ സാധ്യങ്ങളെ സാധ്യമാക്കുന്നവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ വാക്യത്തിൽ ചെയ്തു മറിയ പറയുക, ഞാനൊരു പുരുഷനെ അറിയാൻ ഇതെങ്ങനെ സംഭവിക്കാം? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. ഇന്ന് പകൽക്കാലം പറയാം, ആത്മാവിന്റെ നിഴൽ വന്നാൽ അത്ഭുതം നടക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ നീ ഒരു അത്ഭുതമായി മാറാൻ പോകുക.
നിന്റെ ഭവനത്തിനകത്ത്. അതുകൊണ്ട് പറയാം, തണ്ടിന്മേൽ വെച്ച വിളക്ക് അത് ശോഭിക്കുക തന്നെ ചെയ്യും. ഇനി ഒരു സാധാരണക്കാരനല്ല, നീ ഒരു അസാധാരണനല്ല. ഇന്നലെ മീൻ പിടിച്ചവൻ ഇന്ന് അപ്പോസ്തലനായെങ്കിൽ, ഇന്നലെ മീൻ പിടിച്ചവൻ മരിച്ചവരെ ഉയർപ്പിച്ചത് ഇത് അവന്റെ ആത്മാവിനാല. ഓ, പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. അവന്റെ ആത്മാവിന്റെ ശക്തിയാ. ഇന്ന് പകൽ വിളിച്ചു പറ, ഈ ആത്മാവ് എന്റെ മേലുണ്ട്. അവൻ എന്നോട് കരുണ തോന്നി, അവൻ എന്നോട് കൃപ തോന്നി, അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ടെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ. റീബൽ ഖനാദര വൈഡല വറസേ. അവൻ യേശു പറയുക, നിന്റെ വലത്തുവശത്ത് വീശുവാൻ. അവൻ രാത്രി മുഴുവൻ വീശിയവനാ, രാത്രി മുഴുവൻ അധ്വാനിച്ചവനാ, ബലമില്ല. ആത്മാവുള്ളവൻ വിളിച്ചു പറഞ്ഞു വലത്തുവശത്ത് വീശാൻ. ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ പറ്റുമോ? ആത്മാവ് ഉണ്ടെങ്കിൽ വിളിച്ചു പറ. ചില അത്ഭുതം നിന്റെ ഭവനത്തിൽ നടക്കാൻ പോവുക. ആത്മാവുണ്ട്, വിളിച്ചു പറ. നിന്റെ ഭാവിക്കെതിരായി നിൽക്കുന്നത് നിന്റെ ആത്മാവുണ്ട്, വിളിച്ചു പറ. ഇന്ന് പകൽ ഒരു അത്ഭുതം നടക്കുമെന്ന്. ആത്മാവുണ്ട്, വിളിച്ചു പറ. എന്റെ ഭവനത്തിനകത്ത് അത്ഭുതം നടക്കാൻ പോകുകയെന്ന്. ഇന്ന് ആത്മാവുള്ള വിളിച്ചു പറ. ശൂന്യതയ്ക്കകത്ത് അത്ഭുതം നടക്കുമെന്ന്. ഓ, ആത്മാവുള്ള വിളിച്ചു പറ. അവൻ കൽഭരണികൾ നിറയാൻ പോകുകയാണെന്ന്. ആത്മാവുള്ള വിളിച്ചു പറ. ഇന്ന് പകൽ സൗഖ്യങ്ങൾ നിറയാൻ പോകുകയാണെന്ന്. ആത്മാവുള്ള വിളിച്ചു പറ. ഇന്ന് തലമുറയെ നോക്കി പ്രവചിക്ക്, നിന്റെ ഭവനത്തെ നോക്കി പ്രവചിക്ക്, ദൈവസഭയെ നോക്കി പ്രവചിക്ക്, അവന്റെ ആത്മാവിനെ പ്രവചിക്ക്. യേശുവിന്റെ നാമത്തെ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക? ഇന്ന് പകൽ ഏറ്റെടുക്കുന്നവർക്ക്, ഇന്ന് പകൽ അവന്റെ ആത്മാവുണ്ടെന്ന് പറയുന്നവർക്ക്, അവന്റെ ആത്മാവിന്റെ ശക്തി ഉണ്ടെന്ന് പറയുന്നവർക്കായി, ആത്മാവിന്റെ നിറവുണ്ടെന്ന് പറയുന്നവർക്കായി. ഹല്ലേലൂയ. അതുകൊണ്ട് എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുക, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവെന്നിൽ വന്നു. എന്നെ വായിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോ ഇന്ന് പകൽക്കാലം അറിഞ്ഞോണം, നിന്റെ തല കുമ്പിട്ട് നടന്ന കാലം കഴിഞ്ഞു. ആമേ, ചിലർ നിന്നെ തല കുമ്പിടാനുള്ള അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. നിന്നെ തള്ളിപ്പറഞ്ഞവർ, നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ സ്വർഗം നിർത്തുമെന്ന് പറയുന്നവർക്ക് ആമി പറഞ്ഞു. ആമേൻ, ഇന്ന് പകൽക്കാലം അറിഞ്ഞോണം, ഇന്ന് പകൽ അറിയാം, നിന്നെ നിന്ദിച്ചവർക്ക് വിടുതൽ നിന്റെ കൈ കൊണ്ട് നടക്കത്തുള്ളൂ. ആമേ, സ്വർഗത്തിന്റെ പദ്ധതിയാ. നിന്നെ നിന്ദിച്ചവരും പരിഹസിച്ചവരും നിന്നെ കള്ളരെന്ന് മുദ്ര കൂട്ടിയവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാ, നിന്നെ ആമേ അവരുടെ വിടുതൽ നിന്റെ കയ്യിലുണ്ട്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഇന്ന് പകൽ വിളിച്ചു പറയാ, ആത്മാവിന്റെ മേൽ വന്നപ്പോ ഇന്നലെ തല കുമ്പിട്ട് നിന്നതാ. ഇന്ന് പകൽ സന്നിധി സംഘത്തിന്റെ മുന്നിൽ, ഇന്നലെ പോയ ഒരു പെങ്കൊച്ചിന്റെ മുന്നിൽ അവ യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞ പത്രോസ് അപ്പോസ്തലൻ തല കുമ്പിട്ടിരുന്ന് കുനിഞ്ഞിരുന്ന് പറഞ്ഞു, പ്രാകാൻ തുടങ്ങി, എനിക്കവനെ അറിയത്തില്ലെന്ന് പറഞ്ഞു. എന്ന സുന്ദരമെന്ന ഗോപുരത്തിന്റെ മുന്നിൽ ആയിരങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു, യേശു എന്റെ കർത്താവാണെന്ന്, യേശു എന്റെ രക്ഷകനാണെന്ന്. നിന്റെ തലയെ കുമ്പിട്ടെങ്കിൽ ഇന്ന് ആത്മാവിനകത്ത് വിളിച്ചു പറയോ, നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, ഒരു യേശുവുണ്ട്, അവൻ സ്വർഗത്തിലുണ്ട്, ഇതിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഓ ഹല്ലേലൂയ. തലകുമ്പിട്ട് നടന്ന കാലമൊക്കെ അങ്ങ് കഴിഞ്ഞു, അതൊക്കെ അങ്ങോട്ട് മാറ്റിവേ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, ആമേ, കഴുത ഒരു ദിവസം ഒരു ആമി ഒരു തെരുവിക്കൂടെ ഓടി വന്നു കേട്ടോ. തെരുവിക്കൂടെ ഓടി വന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന കൊച്ചുങ്ങളെല്ലാം കൂടെ കല്ലെടുത്ത് എറിഞ്ഞു. അവനങ്ങ് കഴുത പേടിച്ചങ്ങ് ഓടിപ്പോയി. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോ 2 പേര് വന്ന് ആ കഴുത ഇങ്ങ് പിടിച്ചോണ്ട് വന്നു. കഴുത ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നു. ആമീൻ, നോക്കി നിൽക്കുമ്പോ ഒരുവൻ അതിന്റെ മുകളിലേക്ക് അങ്ങ് കയറി. അപ്പോ ഒരു ശബ്ദം, ഓശാന ഓശാന. ഇന്നലെ വരെ നിന്നെ മാറ്റി നിർത്തിയവർ നിന്നെ തേടി വരുന്ന കാലം വിദൂരമല്ല. ഇന്ന് പകൽ ആമീൻ പറഞ്ഞു, ആമേ, ഇന്നലെ ഞാൻ കഴുതയായിരുന്നെങ്കിൽ എന്റെ മുതുകിലിരിക്കുന്നവൻ ലോകത്തിന്റെ രാജാവാ, എന്റെ രക്ഷകൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഞാനൊരു അത്ഭുതമെന്ന് പറയുന്നവർക്കായി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയണം, അവൻ നിന്നോട് ദൈവത്തിനൊരു കരുണ തോന്നിയ നീ ഒരു അനുഗ്രഹമാ,
ദേശത്തിനകത്തൊരു അനുഗ്രഹമാ, നീ ദേശത്തിനകത്തൊരു അനുഗ്രഹമാ. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? എൻ്റെ ദൈവത്തിന് എന്നോട് കരുണ തോന്നിയതാ, അവൻ്റെ ആത്മാവിനെ എൻ്റെ പേർ തന്നതാ, എൻ്റെ യോഗ്യത കൊണ്ടൊന്നുമല്ല, അവൻ എന്നോട് കരുണ തോന്നിയത് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവന് കരുണ തോന്നിയ അന്ത്യത്തോളം വന്നുകൊണ്ടിരിക്കുക, അത് അന്ത്യത്തോളം വന്നുകൊണ്ടിരിക്കുക, അന്ത്യത്തോളം. നീ ദൈവസന്നിധി വിശ്വസ്തനാണോ? അന്ത്യത്തോളം വന്നുകൊണ്ടിരിക്കുക. അബ്രഹാം ദൈവശബ്ദം കേട്ടിറങ്ങിയവൻ അബ്രഹാമിനോട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് തലമുറ തരും, നീ ബഹുജാതികൾക്ക് പിതാവെന്ന് വിളിക്കപ്പെടും. ദൈവം ഒരുപാട് പ്രവചനങ്ങളൊക്കെ പറഞ്ഞു. വാർദ്ധക്യത്തിന്റെ മൂർധന്യതയിൽ അബ്രഹാം ചെന്നു. അബ്രഹാം വാർദ്ധക്യത്തിൽ ചെല്ലുമ്പോൾ ഉൽപ്പത്തി 24:1 പറയുന്നത്, അബ്രഹാം വയസ്സ് ചെന്നു വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും കണ്ട ആമേ. ദൈവശബ്ദം കേട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലറിഞ്ഞു, നാട്ടുകാർ നിന്നെക്കുറിച്ച് പറയും, വീട്ടുകാർ നിന്നെക്കുറിച്ച് പറയും. ഒരു കാലത്ത് ദൈവം തമ്പുരാൻ നിന്റെ സ്ഥിതിയെ മാറ്റും. ഇന്ന് പകലറിഞ്ഞു, നിന്ദിച്ചവരുടെ മധ്യത്തിൽ മാനിക്കുന്ന ഒരു യേശു ഉണ്ട് കേട്ടോ. ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞോളാം, ഓ എന്നെ അനുഗ്രഹിച്ചേ ദൈവം വിടത്തുള്ളൂ. എന്നോട് ദൈവത്തിന് ഇഷ്ടമാണെന്ന് പറയുന്നവർക്കായി സ്തോത്രം ചെയ്തു. എന്നെ കർത്താവിന് ഇഷ്ടമാണെന്ന് പറയുന്നവർക്ക് സ്തോത്രം ചെയ്യുക. എൻ്റെ ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവം, എന്റെ ദൈവം ഉയർത്തുന്ന ദൈവമാ, എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ വിളിച്ചു പറ. അവന് കരുണ തോന്നുന്നവരോട് കരുണ തോന്നുന്ന ഒരു ദൈവമാ. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം അറിയണം, ആത്മാവ് നിന്റെ മേൽ വരുമ്പോ നിന്റെ തല കുമ്പിട്ട് നടക്കാൻ അവൻ അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് അവനോട് പറഞ്ഞത്, നീ കിടക്ക എടുത്ത് നടക്ക എന്ന് ബെഥേസ്ദയുടെ കുളക്കടവിൽ കിടക്കുന്നവനോട് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം അറിഞ്ഞോണോ, എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് അതുകൊണ്ട് ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാ, ഫിലിപ്പി ലേഖനം 4:6 പറയുക, ഒന്നിനെ കുറിച്ചും ആത്മാവുള്ളവർ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഒന്നിനെ കുറിച്ച് ഞാൻ വിചാരപ്പെടത്തില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ മേലിരുന്ന അതേ ആത്മാവ് സ്വർഗത്തെ നോക്കി, എൻ്റെ അപ്പ എന്ന ആ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവിനെ നോക്കി, ആകാശവും ഭൂമി ഉണ്ടാക്കിയവൻ എൻ്റെ അപ്പനാണെന്ന് പറയാനുള്ള ഒരു ധൈര്യം ഇന്ന് പകൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവൻ ഭയങ്കരനാണെന്നല്ല പറയുന്നത്, അവൻ ഭയങ്കരനാണല്ലോ, അവൻ എൻ്റെ പ്രാണസഖിയാണ്. യേശുവിൻ്റെ പ്രാണസഖിയാന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവൻ എൻ്റെ എല്ലാവാ, അവൻ എൻ്റെ ഉടയവനാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയുക, ഞാൻ ഒന്നിനെ കുറിച്ചോ എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ വിചാരപ്പെടത്തില്ല, സഭയെ കുറിച്ച് ഞാൻ വിചാരപ്പെടത്തില്ല, ശുശ്രൂഷയെ കുറിച്ച് വിചാരപ്പെടത്തില്ല, എൻ്റെ രോഗത്തെ കുറിച്ച് ഞാൻ വിചാരപ്പെടത്തില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനെന്ന് ആത്മാവിനകത്തുള്ളവർ വിളിച്ചു പറയണം. അതുകൊണ്ട് പറയുക, പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അവരെ അറിയിക്കത്രേ. യേശു രാത്രിയുടെ യാമങ്ങളിൽ ഏകനായി പ്രാർത്ഥിച്ചു. ഗെത്സമനയുടെ തോട്ടത്തിൽ മുഴങ്കാല് മടക്കി സ്വർഗത്തിലെ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നിനക്കിത് വെച്ചിരിക്കുന്നതാ എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുക, അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇന്ന് പകൽക്കാലം പറയണം, നിന്നെ ക്രൂശിക്കാൻ ഒരു വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ നിന്നെ ഉയർപ്പിക്കാൻ ഒരു ഞായറാഴ്ച ദൈവം വെച്ചിട്ടുണ്ട്. നാട്ടുകാർക്ക് ക്രൂശിക്കാൻ വേണ്ടി ഒരു ദിവസം വെച്ചിരിക്കുക, നാട്ടുകാർ നിന്നെ പഴിക്കാൻ ഒരു ദിവസം വെച്ചിരിക്കുക. യോസേപ്പ് നിനക്ക് പൊട്ടക്കിണർ വെച്ചിട്ടുണ്ട്, അടിമപ്പാളയം വെച്ചിട്ടുണ്ട്, ബുദ്ധിപ്പേറിന്റെ ഭവനം വെച്ചിട്ടുണ്ട്, ഒരു കാരാഗ്രഹം വെച്ചിട്ടുണ്ട്, സ്വർഗം നിനക്കൊരു സിംഹാസനവും വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം അറിയണം, ഇന്ന് അനുഭവിക്കുന്ന നിന്നയ്ക്കപ്പുറം എന്റെ ദൈവം എന്നെ മാനിക്കുന്ന കാലം അധികം വിദൂരമല്ല. ഇന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തിരിച്ചറിയണം. ഇതിനെ യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചറിയോ, 32-ാം അധ്യായം 15-ാമത്തെ പേര്, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം. കണ്ടോ ആമേ. യേശു കർത്താവ് വന്നത് ഉയരത്തിലെ ആത്മാവിനെ നമ്മുടെ മേൽ പകരാൻ. എത്ര പേര് അമ്മ പറയുന്നുണ്ട്? ഓ, ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കുന്നുണ്ടോ? അഭിഷേകം നിന്റെ മേൽ ദൈവം തന്നത്, ആമേൻ. ഇന്ന് പകൽ അറിയണം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകരുന്നത് യേശുവിൻ്റെ മേലിരിക്കുന്ന അതേ ആത്മാവ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇന്ന് പകൽ അറിയണം, ആമേൻ. ചിലരൊക്കെ പറയും, ഈ രോഗമൊക്കെ വന്നാൽ നിന്റെ കാര്യം പോക്കാ കേട്ടോ, എൻ്റെ സ്വർഗം അനുവദിക്കാതെ ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. അണലി കടിച്ചാലും ഒന്നും നടക്കത്തില്ല, മരണകരമായി എന്ത് കുടിച്ചാലും എന്ത് കടിച്ചാലും എനിക്കൊരു ഹാനിയും വരത്തില്ല. ഞാൻ ക്രിസ്തുവിൻ്റെ
ജീവൻ എൻ്റെ മേലുണ്ടെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. അവനറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് പറയുക, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളേ ഉള്ളൂ ഈ മരുഭൂമി. കണ്ടോ, ഈ പ്രതികൂലം ആത്മാവിനെ തിരിച്ചറിയുന്നിടം വരെ ഉള്ളൂ, ആത്മാവിൻ്റെ ചലനം വരുന്നിടം വരെ ഉള്ളൂ, ആത്മാവിൻ്റെ ശക്തി വരുന്നിടം വരെ ഉള്ളൂ. ഇന്ന് പകൽക്കാലം അറിയണം, ആത്മാവിൻ്റെ ശക്തി ഭയങ്കരമാണ്. അതുകൊണ്ടാണ് പൗലോസിനെ ഒരുപറ്റം ജനം കൂടി കല്ലെറിഞ്ഞു. ഇന്ന് വരെയുള്ള കല്ലെറിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ മരണമാണ്. അമ്മി കല്ലെറിഞ്ഞു, അമ്മി പൗലോസിനെ കാണാൻ മേലാത്ത പോലെ അമ്മി കൽക്കൂനയായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവരെന്നടുത്തു പൗലോസിൻ്റെ കാലിലും കൈകളിലും പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. ആ മണലിനകത്തൂടെ വലിച്ചു കൊണ്ടുപോയിട്ട് പട്ടണത്തിൻ്റെ പുറത്തേക്ക് വലിച്ചവനെ എറിയുമ്പോൾ കല്ലിൽ തട്ടി ശവമായതാ, അത് താഴേക്ക് വീണു. അപ്പോൾ ഓടിച്ചെന്ന് ശിഷ്യന്മാർ എന്ന് പൗലോസിനെ അങ്ങ് അടക്കാമെന്നും പറഞ്ഞ് ഓടിച്ചെല്ലുമ്പോണ്ടല്ലോ, പൗലോസ് എഴുന്നേറ്റ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, ഞാൻ സകലത്തിലും മതിയാകുന്നവനാ. അവൻ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാ. മിലിത്യാദ്വീപിനെ ആ തണലി കടിച്ചു നോക്കിയപ്പോ ബർബരന്മാര് പറഞ്ഞു, ഇവന്റെ കാര്യം പോക്ക, നീതി ദേവത ഇവനോട് ക്ഷമിക്കത്തില്ല, ഇവനൊരു കൊലപാതകനാ. പലരും നിന്നെ കുറിച്ചും നിന്റെ കുടുംബത്തെ കുറിച്ചും ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ മധ്യത്തിൽ സ്വർഗം വിളിച്ചു പറയാം, സ്വർഗം വിളിച്ചു പറയാം, ഇവൻ എന്റെ പ്രിയപുത്രനാണ്. ഇന്ന് പകലിൽ ആത്മാവുള്ളവർ തിരിച്ചറിഞ്ഞോ, നിന്നെ ഉയർത്തുവാൻ ഒരാത്മാവുണ്ട്, നിന്നെ നടത്തുവാൻ ഒരു പരിശുദ്ധാത്മാവുണ്ട്. അത് മറയായിരിക്കുന്ന ഒന്നുമില്ലെന്ന് പറയുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. ആമേ, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുമ്പോൾ ഒറ്റ വാക്കോടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കും. അമ്മ നിങ്ങൾ ആത്മാവിൻ്റെ നിറവിൽ നിൽക്കുന്ന ഞാൻ അറിയുന്നു. എങ്കിലും ഞാൻ ഞാൻ വിളിച്ചു പറയുന്നു, ഇന്ന് പകൽ വരെ നമ്മുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനെ ഞാനിത് വചനം എടുക്കുവാൻ കാരണമായി തീർന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ വചനത്തിനടി കുറെ കമൻസുകൾ ഉണ്ടായിരുന്നു. അതെന്നാണെന്ന് അവർക്ക് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ വചനത്തെ ഞാൻ ഇങ്ങനെ എടുത്തത്. രക്ഷകനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ദൈവസഭ നിൽക്കേണ്ടത്, ആത്മാവിനെ തിരിച്ചറിഞ്ഞ ദൈവസഭ നിൽക്കുന്നുണ്ടത്. അതുകൊണ്ടാണ് ദൈവവചനം പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. ഇന്ന് പകലെന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും നശിച്ചു പോകത്തില്ലെന്ന് പറയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ ധൈര്യത്തോടെ പറയാമോ, ഞാൻ യേശു എന്നോട് കരുണ കാണിച്ചതുകൊണ്ട് ഇന്ന് പകൽക്കാലം പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചെന്നുള്ള മാറ്റിവെച്ചു. എന്നെ സ്നേഹിച്ചെന്ന് പറയുന്നത് ഏറ്റവും കറക്റ്റ്. എന്നോട് അവന് കരുണ തോന്നിയെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം അറിയണം, അവൻ്റെ ആത്മാവിനാൽ നീ യാത്ര ചെയ്തത്, അവൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് നിന്റെ മേലിരിക്കുന്നത്. അവൻ്റെ ആത്മാവിനല്ല. സ്വർഗത്തെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള റൈറ്റ് കിട്ടിയില്ലേ? യേശുവിൻ്റെ മേലുള്ളതിൽ നിന്ന് ഒരു പങ്ക് എൻ്റെ മേൽ ലഭിച്ചത് കൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിലേറെ ഞാൻ രോഗിയാന്ന് പറഞ്ഞ് നടപ്പാനല്ല, ഞാൻ കടഭാരത്തിൽ നിൽക്കുന്ന പറയുമല്ല, നിന്റെ തൊട്ടരികിൽ ഒരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ആമീൻ പറയുന്നവർക്കായി. അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് പത്രോസ് യോഹന്നാനും മുഴുവൻ നടന്നിട്ട് ഒന്നും കിട്ടിയില്ല. യേശു അക്കരെ നിന്നോണ്ട് ചോദിച്ചോ, കൊച്ചുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. നിന്റെ വലത്ത് വശത്ത് വീശാൻ പറഞ്ഞോ, ഇത് എവിടെ നിന്ന് ചോദിക്കല്ലേ, എവിടെ നിന്ന് വന്നെന്ന് ചോദിക്കല്ലേ. ഇന്ന് അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നിന്റെ മേൽ പകരപ്പെട്ടത്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരാത്മാവ് ഉണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ എൻ്റെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം. എനിക്ക് ദാവീദിനെ പറയാൻ അറിയത്തില്ല. എനിക്ക് ഒരാളെ കുറിച്ച് പറയാനുള്ളൂ. എനിക്ക് വേണ്ടി ജീവൻ വെച്ച എൻ്റെ മേൽ പകരപ്പെട്ട ആത്മാവിന്റെ നിറവിനകത്ത് നിൽക്കുന്ന, എന്നെ വിളിച്ച് കരുണ ചെയ്ത, എന്നോട് കരുണ കാണിച്ച ഒരുവനെ ഞാൻ ഉയർത്തുകയാ. എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം എനിക്ക് ഉയർത്തുവാനുള്ള ഒരു നാമമേ ഉള്ളൂ, അതെന്റെ യേശുവിന്റെ നാമമാ. എനിക്കിത് വിളിച്ചു പറയാനുള്ള ഒരു നാമമേ ഉള്ളൂ, അത് സകല നാമത്തിലും മേലായ നാമമാ. യേശു കർത്താവിനേക്കാൾ വലിയവനായി നമ്മുടെ ജീവിതത്തിൽ ആരുമില്ല. യേശു തന്നെ എന്റെ കർത്താവ് എന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ പകൽ നിങ്ങളുടെ അകത്തറിയണം, അവൻ്റെ ആത്മാവിന് എൻ്റെ മേൽ പകരപ്പെട്ടത്
അവൻ എന്നോട് കരുണ തോന്നിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. എൻ്റെ അപ്പനോ അമ്മയ്ക്കോ എന്നോട് കരുണ തോന്നാതിരുന്നപ്പോൾ എൻ്റെ കർത്താവിന് എന്നോട് കരുണ തോന്നി. ലോകത്തിരിക്കുന്ന മനുഷ്യൻ എന്നോട് കരുണ തോന്നാതിരുന്നപ്പോൾ എന്നോട് കരുണ തോന്നിയ ഒരു നല്ല കർത്താവ്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു നല്ല കർത്താവുണ്ടെന്ന് വിശ്വാസത്തിൽ ഉറയ്ക്കണം. വിശ്വാസത്തിൽ ഉറയ്ക്കണം. അവൻ്റെ പരിശുദ്ധാത്മാവിൽ നടക്കണം. ഇന്ന് പകൽക്കാലം പറഞ്ഞ ആ ശക്തി എൻ്റെ മേലുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. യേശുവിൽ വിശ്വസിച്ചാൽ വേറൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. യേശുവിൽ വിശ്വസിച്ചാൽ മന്ത്രവാദി പേടിക്കേണ്ട ആവശ്യമില്ല. യേശുവിൽ ആഭിചാരക്കാരനെ പേടിക്കേണ്ട ആവശ്യമില്ല. ആഭിചാരക്കാരൻ വരുന്നതിനേക്കാൾ വേഗം വെളിച്ചപ്പാടത്തെ ഇങ്ങനൊന്ന് നോക്കിയതേ ഉള്ളൂ. പൗലോസ് കൂടുതലൊന്നും പറഞ്ഞില്ല, ഒന്ന് നോക്കിയതേ ഉള്ളൂ. അതോടെ വെളിച്ചപ്പാടത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇന്ന് പകൽക്കാലം പത്രോസും തിരിഞ്ഞു നോക്കിയതേ ഉള്ളൂ. അവൻ്റെ ഒരുത്തൻ്റെ കണ്ണിൻ്റെ കാഴ്ചയെ അടിച്ചുപോയി. ഇന്ന് പകൽക്കാലം പറഞ്ഞ നിന്റെ മേൽ ദൈവം ഒരു പവർ തന്നിട്ടുണ്ട്. നിന്റെ മേൽ കാന്തത്തോട് ചേർന്ന് കിടക്കുന്ന മൊട്ടുസൂചിക്ക് വരുന്ന പോലെ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവൻ ഒരു പവറുണ്ട്. അല്ലെങ്കിൽ മൊട്ടുസൂചിക്ക് പവറൊന്നുമില്ല കേട്ടോ, പക്ഷെ കാന്തത്തെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം പറഞ്ഞ ആ കാന്തം ഉണ്ടെങ്കിൽ ഇന്ന് യേശു കർത്താവിനെ ഒന്ന് വട്ടം പിടിച്ചോണം. അതാ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവ സാന്നിധ്യം നിന്റെ മേലിരിക്കും. ഇന്ന് പകൽ ആ ദൈവ സാന്നിധ്യം നിന്റെ മേൽ ഉണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? നിങ്ങളുടെ ബൗണ്ടറികൾ തമ്പുരാൻ മാറ്റുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ അതിരുകൾ ദൈവം മാറ്റാൻ പോകുന്നത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവരണം. ഇന്നലെ കരഞ്ഞ കണ്ണുനീരിന്റെ കാലം കഴിഞ്ഞോ? തുള്ളിച്ചാടി ആനന്ദിക്കുന്ന കാലമുണ്ട്. ആകാശത്തിന്റെ കീഴിൽ എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പൊളിച്ചു പറയണം, ഈ ഞായറാഴ്ച റൈറ്റ് ടൈമാണ്. ഹല്ലേലൂയ. ഇന്ന് ഉയർച്ചയുടെ പകലാണ്. ഇന്ന് നന്മയുടെ വാതിൽ തുറക്കുന്ന പകലാണ്. ഇന്ന് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന പകലാണ്. എനിക്ക് വേണ്ടി ദൈവം വഴി തുറന്നതിനായി സ്തോത്രം. എൻ്റെ കവനത്തോട് ദൈവം കരുണ കാണിച്ചതിനായി സ്തോത്രം. എൻ്റെ സ്ഥിതിയെ മാറ്റിയതിനായി സ്തോത്രം. അത്ഭുതം നടന്നതിനായി സ്തോത്രം. അത് യേശുവിന്റെ നാമത്തിൽ ഈ ദൈവസഭയ്ക്കകത്ത് സംഭവിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചേ. ഫാദർ, ഐ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. റംസകോലി ദറഖാനാ ദരവൈഡലബ ഷദൽ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഈ പകലിൽ വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം, കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ കൃപ ഇന്ന് ഞാൻ പറയുന്നു, വിശ്വാസത്തിൽ വളരണം. വിശ്വാസത്തിൽ വളരണം. യേശുവിൻ്റെ നാമത്തിൽ എത്ര പേര് പറഞ്ഞു? വിശ്വാസത്തിൽ വളരണം. എങ്കിൽ നിങ്ങൾ വളരണം. കർത്താവിൽ നിങ്ങൾ വളരണം. ആമീൻ. നിങ്ങൾ ഫലത്തിലേക്ക് വരണം. ആമീൻ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഒരു ഫലത്തിലേക്ക്, ഒരത്ഭുതത്തിലേക്ക്, ഒരു വിടുതലിലേക്ക്. ആമീൻ. ഇന്ന് പകൽക്കാലം എന്തൊക്കെയോ ആണെന്ന് പറയല്ല. ദൈവം ചില പ്രവൃത്തികൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പകൽ ഒന്നേ പറ്റൂ. നിൻ്റെ കയ്യിലൊരു വലയുണ്ടെങ്കിൽ അത് വീശാൻ റെഡി ആയിക്കോ. നിൻ്റെ കയ്യിലുള്ള ഒരു അത്ഭുതം ചെയ്യാൻ തുടങ്ങി. നിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു എണ്ണയുണ്ടെങ്കിൽ അത് പകരാൻ റെഡി ആയിക്കോ. ഒരത്ഭുതം നിൻ്റെ വഴിയിലേക്ക് വരിക. ആഴത്തിലൊരു അത്ഭുതം നടക്കാൻ പോവുക. ആഴത്തിലൊരു വിടുതൽ നിൻ്റെ ഭവനത്തിൽ നടക്കാൻ പോവുക. അത് തലമുറയ്ക്കകത്ത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ കേട്ട ജനത്തിൻ്റെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങണം. അവരുടെ മേൽ പരിശുദ്ധാത്മാവ്, വീഴപ്പെട്ട വിത്ത് അത് ഫലത്തിലേക്ക് വരുന്ന വിത്തായി മാറട്ടെ. ആത്മാവിൻ്റെ നടത്തിപ്പിനെ കാണുന്നവർക്കായി, ആത്മാവിൻ്റെ ശക്തിയെ വെളിപ്പെടുന്നവർക്കായി, ആത്മാവിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആത്മാവിൻ്റെ നിറവ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ആത്മാവിൻ്റെ നടത്തിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ആത്മാവിൽ അത്ഭുതങ്ങൾ നിങ്ങൾ കാണണം. ആത്മാവിൻ്റെ പ്രവൃത്തിയിൽ ഒരു സാധാരണക്കാരനായി മാറാനല്ല, ഒരു അസാധാരണനായി മാറുന്ന ആത്മാവ് ഒരുവനെ അസാധാരണനാക്കി മാറ്റും. ഇന്ന് പകൽ എഴുതി വെച്ചോണം. ആത്മാവ് ഒരു സാധാരണക്കാരനെ എന്താക്കി മാറ്റും? അസാധാരണനാക്കി മാറ്റും. സാധാരണക്കാരനെ അസാധാരണനാക്കി മാറ്റുന്ന ആത്മാവ്. ഇന്ന് നിങ്ങൾ അറിയണം, പത്രോസ് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. ഇവരുടെ അസാധാരണനാക്കി മാറ്റിയൊരു യേശുവുണ്ട്. ഈ വിശ്വസിക്കുന്നുണ്ടോ? ആ യേശുവിൽ വിശ്വസിച്ചാൽ നിൻ്റെ കൈകളിൽ അത്ഭുതങ്ങൾ നടക്കും. നിൻ്റെ ഭവനത്തിൽ അത്ഭുതമാണ്. ഈ വിശ്വാസം കുറഞ്ഞു പോയിട്ട് ആണോ എന്ന് ചോദിച്ചാൽ ഒന്നും നടക്കില്ല. അത് ആണും ആകത്തില്ല, പെണ്ണും ആകത്തില്ല, ഇങ്ങനെ ഇരുന്ന് പോകും. ഇന്ന് പകൽക്കാലം പറഞ്ഞാൽ ആത്മാവുള്ളവൻ പിശാചിനെ ഭയപ്പെടേണ്ട, നിന്നെ പിശാച് ഭയപ്പെടാൻ തുടങ്ങി.
ഹല്ലേലൂയ. ആത്മാവുള്ളവൻ, ഇന്ന് പകൽക്കാലം പറഞ്ഞാൽ ആത്മാവുള്ളവൻ കയറി ചെല്ലുമ്പോൾ അവൻ്റെ ഭവന തിരിയുന്ന കൂടോത്രം കൊണ്ടുപണി എല്ലാം ഇറങ്ങി ഓടിക്കോളും. കാരണം നീ ആരാന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുമെന്ന് പറഞ്ഞാൽ സകലത്തിലുമല്ല സകലത്തിലുവാ. ഇന്ന് പകലെ ആത്മനിറവിനകത്ത് സ്തോത്രം ചെയ്തോണം. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വളരണം, ആത്മാവിൽ വരണം, വചനത്തിൽ വളരണം, വചനത്തിൽ വേരൂന്നി വളരണം. ആമീൻ. ദൈവവചനം കൊണ്ടുവന്ന് വെച്ച് പഠിക്കണം. അമ്മ ദൈവവചനം കേൾക്കുമ്പോൾ അമ്മ രാവിലെ ഇങ്ങനെ മൊബൈൽ കൈ തൂക്കിക്കൊണ്ട് വരരുത്, ബൈബിളും തൂക്കിക്കൊണ്ട് വരണം. അമ്മേ അതുകൊണ്ടൊന്ന് വചനം എടുത്ത് വെച്ച് പഠിച്ച് എഴുതിയെടുത്ത് പഠിച്ച് ആത്മാവിനെ നിറയണം. അമ്മേ അതിന് ഞാൻ കർത്താവിൻ്റെ സ്തോത്രം ചെയ്യും. എല്ലാവരും ബൈബിൾ കൊണ്ടുവന്നതിനായി സ്തോത്രം. ചിലവൊന്നും കാണാൻ പറ്റുന്നില്ല, അത് ആത്മക്കണ്ണി കണ്ടോളാം. അതിനുമായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എല്ലാം ബൈബിളൊന്നും കാണാൻ പറ്റത്തില്ല, ചില ആത്മക്കണ്ണിനെ കാണാൻ പറ്റുള്ളൂ. അതിന് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അമ്മേ അതുകൊണ്ട് കർത്താവ് നല്ല അമ്മേ ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ പുതുവഴികളെ തുറക്കും, അത്ഭുതങ്ങൾ നടക്കും. ഞാൻ പറഞ്ഞ ദൈവം കൂടെ നിൽക്കാൻ തുടങ്ങിയ അത്ഭുതമാണ്. ദൈവം കൂടെ നിന്ന പുതുവഴികൾ തുറക്കും. ഒരെണ്ണം അടഞ്ഞൊന്നും പേടിക്കുന്നു വേണ്ട, 10 തുറക്കാൻ ദൈവം സർവ്വശക്തനാ. ആമി മരുഭൂമിക്കകത്ത് നീരോർവ തുറന്നു തന്ന എൻ്റെ കർത്താവ്, ചെങ്കടലിനെ വിഭാഗിച്ചു തന്നവഴ കർത്താവ്, സിംഹത്തിൻ്റെ വായ അടച്ചവനാ നമ്മുടെ കർത്താവ്. ആമി കാരാഗ്രഹത്തിൻ്റെ വാതിലുകളെ തുറന്നവനാ നമ്മുടെ കർത്താവ്. ഒറ്റ പ്രാർത്ഥന കൊണ്ട് കാനമി അടിസ്ഥാനം ഇളക്കിയവനാ കർത്താവ്. അവൻ വെള്ളോട് സദൃശമായ കാലോട് കൂടിയവനാ. ഹല്ലേലൂയ. അഗ്നിനാവുള്ളവനാ. അവൻ നമുക്ക് വെളിപ്പെടുവാനുള്ള ദൈവ തേജസ്സ. ഇന്ന് പകലെ ആ യേശുവിനെ വേണം ആരാധിക്കുവാൻ. ഹല്ലേലൂയ. ആ ദൈവത്തിന് വേണം മഹത്വം കൊടുക്കാൻ. ആ ദൈവത്തിൻ്റെ സന്നിധി വേണം ഓടിയെത്തുവാൻ. ആ ദൈവത്തിനെ വേണം ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും. എല്ലാറ്റിനുമായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുവാനുള്ള സ്വർഗവും ഭൂമിക്കും അധികാരമുള്ള ഒരുവനേ ഉള്ളൂ, അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.